Good afternoon, madam. Hello. Good afternoon. Good afternoon, madam. Good afternoon, madam. Good afternoon. Good afternoon, madam. മാഡം കേൾക്കാമോ ഞാൻ പറഞ്ഞ? ഗുഡ് ആഫ്റ്റർനൂൺ. കേക്കാം. ഞാൻ പറയുന്നതാണോ കേൾക്കാൻ പറ്റാത്ത ഇപ്പൊ? ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞല്ലോ ബിനോയ് കേട്ടില്ലേ? കേട്ടു. ഇപ്പഴാണോ കേട്ടെ? നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു ഞാൻ മറുപടി ആയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞു മാഡം, ഞാൻ പറഞ്ഞത് മാഡത്തിന് കേൾക്കാം, അതുകൊണ്ട് ചോദിച്ചത്. കേട്ടു. വളരെ കുറവാണല്ലോ ഇന്ന്, സ്ട്രെങ്ത് ഭയങ്കര കുറവാണല്ലോ. എവിടെ പോയി എല്ലാരും? ശ്രീകൃഷ്ണ ജയന്തിയുണ്ട്, എല്ലാരും പരിപാടിക്ക് പോയിരിക്കണേ മാഡം. നേരത്തെ പോയ 2-3 മണിക്കോ 4 മണിക്കോ ഒക്കെ അല്ലേ പരിപാടികള്? ചിലവരൊക്കെ ഇപ്പൊ അമ്പലത്തിലായിരിക്കും മാഡം. നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്തായാലും തുടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, പക്ഷെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, നമ്മളിപ്പോ ഇല്ലേ, നിങ്ങൾക്ക് പുതിയ എക്സാം പാറ്റേണിലുള്ള സിലബസുകൾ പേപ്പേഴ്സ് ആയിട്ട് ഇട്ടുന്നല്ലോ ഇല്ലേ? അതെ. ഇട്ടുന്നു. അപ്പൊ ഇല്ലേ, നമ്മൾ ആ പുതിയ പാറ്റേൺ അനുസരിച്ചായിരിക്കും ഇനിയുള്ള എക്സാംസിന്റെ പോർഷൻസ് വരിക. അതായത് 1ാമത്തെ പേപ്പർ 2ാമത്തെ പേപ്പറൊക്കെ അങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 3rd 4th ഒക്കെ. അപ്പൊ ഓരോ പേപ്പറിലും, അതായത് ഓരോ മൊഡ്യൂളുകൾ ഓരോ പേപ്പർ വൈസ് ആണ് ഇവിടെ എക്സാംസ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സർ, അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നത്. റൈറ്റ്? ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പൊ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാട്ടെ. ഇടയ്ക്കിടയ്ക്ക് അതിനെ കുറിച്ചുള്ള സംശയ നിവാരണം ഇനി എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ട് എങ്ങനെ ടീച്ചേഴ്സിനോട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് നമ്മളവിടെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതകളുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കില്ല, എന്നിട്ട് വീണ്ടും ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ എങ്ങനെയാ ഇങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംശയങ്ങൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരും. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയങ്ങളാണ് അങ്ങനെ കുറെ നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അതിനി വരാൻ പാടില്ല. ദോസ് ഹു ആർ വാച്ചിങ് ദ റെക്കോർഡഡ് ക്ലാസ്, അവരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരും ഉണ്ട്. അപ്പൊ അവര് പറയുന്ന എന്താ പറയാ, ക്ലാസ് ഏതൊക്കെ ടോപ്പിക് എടുത്താൽ ചിലപ്പോ അതിന്റെ തുടക്കമൊക്കെ ഇങ്ങനെ കാണും, പിന്നെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടും ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുക. അല്ലാതെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്റ്റർബ്ഡ് ആകും, ഒരുപാട് സംശയങ്ങൾ അങ്ങനെയൊക്കെ. അത് വരാതിരിക്കാനാണ് സാർ തന്നെ അതിന് വേണ്ടിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ ആ പറയുന്ന മോഡലിലായിരിക്കും നമുക്ക് എക്സാംസ് വരിക. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെക്കണം. നമ്മളുടെ നോട്ട്ബുക്കുകളിൽ ഓരോ ടീച്ചേഴ്സും എത്ര ടീച്ചർമാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെന്ന് അറിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മാത്രം എക്സ്ക്ലൂഡിങ് ഇംഗ്ലീഷ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്? മാഡം നിഷ മാം ഉണ്ട്, പിന്നെ ശരണ്യ മാം ഉണ്ട്, ട്രീസ മാം ഉണ്ട്, MA മാം ഉണ്ട്. 4 മാഡം. 4 പേരാണല്ലോ, ഉറപ്പല്ലേ?
ഓക്കെ. 4 പേരെ അറിയാം. ഓക്കെ. അപ്പൊ 4 പേരാണ് എടുക്കുന്നത്. ഈ 4 പേര് കൂടി എത്ര ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഇനി ചാപ്റ്റേഴ്സ് ഇനി എന്തെങ്കിലും എടുത്ത് തീർക്കാനുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതായത് നമ്മളുടെ ഫസ്റ്റ് പേപ്പറിൽ 13 ചാപ്റ്റേഴ്സും സെക്കൻഡ് പേപ്പറിൽ 15 ചാപ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് ടോട്ടൽ 28 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 28 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഈ 2 പേപ്പറുകളിലായിട്ട്. അപ്പൊ ഈ 2 പേപ്പറുകളിലെയും ടോപ്പിക്സ് ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. എന്റെ മനസ്സിൽ എനിക്കറിയാം ഏതാണ് തീരാത്തതെന്നും ഇനി ഏതാണ് റണ്ണിങ്ങിൽ. ഇപ്പൊ ഓൾറെഡി ഞാൻ എടുക്കുന്ന ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അത് റണ്ണിങ്ങിലാണ്, ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 1-2 ടീച്ചേഴ്സ് ഒക്കെ അവരവരുടെ ചാപ്റ്റേഴ്സ് റണ്ണിങ്ങിലാണ്. ഇനി ഏതാണ് എടുക്കാനുള്ളത് നിങ്ങൾ പറയുന്നത് ഞാൻ തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നോക്കാനാ, മാച്ച് ചെയ്യണ്ടോ നോക്കാനാ, ഇത് പറയാമോ? ഇനി 7 ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 7 എടുക്കാനിരുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ 7ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ല. 1 by 1 ആയിട്ട് പറയോ? ഒരാൾ പറഞ്ഞാൽ മതി. മാം ഇപ്പൊ തന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ ആക്സിഡന്റ് എമർജൻസി എന്നുള്ള ചാപ്റ്റർ എടുക്കാനുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ അത് ഒരു പേപ്പർ, അതായത് ട്രീസാമിസിന്റെ ചാപ്റ്റർ ആണ്. ട്രീസാമിസ് അതാണ് എടുക്കാനുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. സെക്കൻഡ് മൊഡ്യൂളിൽ നഴ്സിംഗിന്റെ ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. അത് ശരണ്യ മിസ് നെക്സ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരണ്യ മിസ്സിന്റെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. മെഡിക്കൽ ടെർമിനോളജി റണ്ണിങ്ങിലാണ് അല്ലെ, എടുത്തോണ്ടിരിക്കുകയല്ലേ? ശരണ്യ മിസ്സല്ലേ മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്നത്? ആരാ? ശരണ്യ മിസ് മെഡിക്കൽ ടെർമിനോളജി ചാപ്റ്റർ എടുക്കുന്നത്. ക്ലിയർ ആയില്ല. മെഡിക്കൽ ടെർമിനോളജി റണ്ണിങ് ആണ്, അതിൽ കുറച്ചും കൂടി എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് എന്നുള്ള ചാപ്റ്റർ എടുക്കാനാണ് ശരണ്യ മിസ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരണ്യ മിസ് മെഡിക്കൽ ടെർമിനോളജിയിലുള്ള ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുകയാണ്, റണ്ണിങ്ങിലാണ്. അത് കഴിഞ്ഞ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൂടി എടുക്കാനുണ്ടെന്നാണ് ഞാനും പറഞ്ഞത്. അത് വേറെ ആരല്ലല്ലോ എടുക്കുന്നേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരണ്യ മിസ് തന്നെയല്ലേ എടുക്കണേ? അതെ, ശരണ്യ മിസ് തന്നെ എടുക്കുന്നത്. അതന്നെ ഞാനും പറഞ്ഞേ. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് ശരണ്യ മിസ്സിന്റെ, അതായത് ഒരെണ്ണം എടുത്തോണ്ടിരിക്കുന്നത്, ഒരെണ്ണം എടുക്കാനുള്ള നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളൂ. പിന്നെ നമ്മുടെ ട്രീസ മിസ്സിന്റെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോണ്ട് തുടങ്ങിയിട്ടില്ല. അതൊട്ടും ഇല്ല, ഒട്ടും തുടങ്ങിയിട്ടില്ല. അതും കൂടി ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു അധികം പേജസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ ട്രീസ മിസ്സിന്റേതും ഉള്ളൂ. ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ. രമ്യ മിസ്സിന്റെയോ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത് രമ്യ മിസ്. അപ്പൊ അത് എത്രാമത്തേലാ ഉള്ളത്? അത് അടുത്ത മൊഡ്യൂൾ പേപ്പറിൽ പോയി അല്ലേ? പക്ഷെ അത് അറിയാതെ അടുത്ത മൊഡ്യൂൾ എന്താ പറയാ, എവിടെയാ കിടക്കുന്നത്? അതിപ്പോ 3rd മൊഡ്യൂളിലാണ് കിടക്കുന്നത്. 3rd പേപ്പറിലാണ് കിടക്കുന്നത് അല്ലേ? അല്ലല്ലോ, ലോണ്ടറി 3rd-ലല്ല, 4th മൊഡ്യൂളിലാണ് കിടക്കുന്നത്, 4th പേപ്പറിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വന്നപ്പോ അങ്ങനെ നമുക്ക് പേപ്പേഴ്സ് തരംതിരിച്ചാണ് തന്നേക്കണേ. അപ്പൊ അതനുസരിച്ചിട്ടാണ് ലോണ്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ 4th പേപ്പറിലേക്ക് പോയത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് അത് കുഴപ്പമൊന്നുമില്ല. അവിടെ പഠിച്ചു വെച്ചെന്ന് വെച്ചിട്ട് അവിടെ ഒരു ചാപ്റ്റർ കുറച്ചെടുത്താൽ മതിയല്ലോ. അത് അവിടെ പോയിട്ടുണ്ട്. ടീച്ചർ അപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അടുത്ത മൊഡ്യൂളിൽ ടീച്ചറിന്റെ ഇവിടുത്തെ പേപ്പേഴ്സ് 2ന്റെയും ഒക്കെ തീർന്നതായിരുന്നു. അപ്പൊ ഇവിടെ ഒരാളുടെ തീർന്നില്ലായിരുന്നു, അത് ഹാൻഡിൽ ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് അതങ്ങനെ കയറിപ്പോയത്. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെഡിക്കൽ ടെർമിനോളജിയും അതുപോലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ആണ് ഇനി ഒട്ടും നമുക്ക് എടുത്ത് തീരാത്തത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെർമിനോളജി ഇപ്പൊ ആരാണോ ആദ്യം എടുത്ത് തീർക്കുന്നത് അതനുസരിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ എന്തായാലും ഒരാൾ തുടങ്ങും. ബിക്കോസ് അത് കുറെ ടെർമിനോളജികൾ തന്നെയാണ്. മെഡിക്കൽ ഫീൽഡില് ഹോസ്പിറ്റൽസ് അവിടുത്തെ ഉള്ള സ്റ്റാഫും മറ്റു ആളുകളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസ്, മെഡിക്കൽ സയൻസിൽ അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ ടേംസ് ആണ് ആ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അത് നിങ്ങൾ വായിച്ചാലും ഞങ്ങൾ വായിച്ചാലും ഒരേപോലെ ഇരിക്കുള്ളൂ. അത് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. അപ്പൊ ചിലപ്പോ 1, 2, 3 പേരൊക്കെ ഇതിനകത്ത് ഇടയിൽ കയറി വരുന്നതാണ് ഞാൻ പറഞ്ഞ് ആദ്യമേ വെക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അത് ശരണ്യ മിസ് തന്നെ എടുത്ത് തീർത്തോളം. മെഡിക്കൽ ടെർമിനോളജി ചിലപ്പോൾ നമ്മൾ അവരവരുടെ ചാപ്റ്റേഴ്സ് തീരുന്നതനുസരിച്ച് ചിലപ്പോൾ അത് കയറിയെടുക്കും. അതൊന്ന് ആദ്യമേ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്രമല്ല, നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തോ എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഹാഫ് പാർട്ട്, ദാറ്റ് മീൻസ് ഒരു സെമ്മ് തീർന്ന ഒരു ഡേറ്റിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്, തീരാനുള്ള ഡേറ്റ്. ഓക്കെ,
അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്കറിയാലോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ടാകുന്നു. അപ്പൊ ആ പേപ്പേഴ്സ് അനുസരിച്ച് ഈ പേപ്പറിന്റെ അക്കോർഡൻസിലാണ് ഇനി നമുക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ആ ചാപ്റ്ററുകൾ തീർന്നോ എന്നും കൂടി നിങ്ങളിൽ നിന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിൽ നിന്ന് ഞാൻ ഓൾറെഡി ചോദിച്ചറിഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന്? ഓക്കെ, നമ്മളുടെ കൂട്ടുകാരികളൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാകും. ചില ആളുകൾക്ക് ഇതൊക്കെ സംശയമാണ്. അപ്പൊ അത് റെക്കോർഡഡ് ക്ലാസ് ഈ പറഞ്ഞ പോലെ കാണാത്തതും അതിനകത്ത് പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഇൻഫർമേഷൻസ് പുതിയതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊന്നും കേൾക്കില്ല. അപ്പൊ എന്നിട്ടായിരിക്കും സംശയങ്ങൾ വരും. അപ്പൊ അത്തരം സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററുകള് മെഡിക്കൽ ടെർമിനോളജി നമ്മളിപ്പോ ചിലപ്പോൾ തീരുന്നതനുസരിച്ച് ഞങ്ങള് ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ രമ്യ മിസ്സും ഒരുമിച്ച് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് എടുത്ത് വെച്ച് പറയും. അത് ഒരു വലിയ ലോങ് ചാപ്റ്റർ ആണ്. ലോങ് ചാപ്റ്റർ എന്ന് പറയാൻ കാരണം അതിനകത്ത് വലിയ കാര്യമായിട്ട് പറയാനല്ല, നമ്മൾ അവരുപയോഗിക്കുന്ന ടേംസ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം ഉണ്ട്. അതായത് ഓരോ വേർഡിന്റെ കൂടെ ഒരു പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ന്യൂ അനദർ വേർഡ്, പുതിയൊരു വേർഡായിട്ട് മാറും. പിന്നെ അതുപോലെ ഓരോ വേർഡിന്റെ റൂട്ട് ഫോം, ഇതിപ്പോ ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ല ഉദ്ദേശിച്ചത്, മെഡിക്കൽ ടേംസിൽ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ടേമുകൾ, അതിന്റെ കൂടെ പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർത്ത് ഓരോ രോഗങ്ങളും അതുപോലെ തന്നെ രോഗത്തിനുള്ള ചികിത്സകളും മറ്റുമൊക്കെ ആയി മാറുന്നതും അബ്രീവിയേറ്റഡ് ഫോം കുറെ എണ്ണത്തിന്റെ ഒക്കെ അല്ലെ. അപ്പൊ അതൊക്കെ ആണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാനൊക്കെ ഉള്ളൂ. ഒരു കുറച്ചൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ കുറച്ച് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അറിഞ്ഞു വെക്കുക. അല്ലാതെ അത് മുഴുവൻ നമ്മൾ കാണാതെ ഒന്നും പഠിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് അത് കുറെ ഉണ്ട്, ഒരു 300 സംതിങ് ഉണ്ട് എല്ലാം കൂടി, പ്രിഫിക്സ് സഫിക്സ് റൂട്ട് ആൻഡ് ഓൾസോ അബ്രീവിയേഷൻസ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു പോകാവുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേപോലെ തന്നെയാണത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തു എന്ന് മാത്രം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ, ഇന്ന് ഈ ചാപ്റ്ററിന്റെ നമ്മളിന്ന് 3 മണി വരെ ഞാൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്തെടുക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടി, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഇത്രയും തന്നെ നേരത്തെ തന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ചാപ്റ്റർ തീർന്നില്ലെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞേനെ. ഒരു 10 മിനിറ്റ് കൂടുതൽ അതിന് വേണ്ടിയിട്ട് എടുത്തതാ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇന്ന് ലീവാണ്, അതുകൊണ്ട് ടീച്ചറിന്റെ ആ ഒരു ഭാഗം ഒരു അരമണിക്കൂർ കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് പോകേണ്ടത് പോകാം. ഓക്കെ, ഹാപ്പി അല്ലേ? പോണ്ടേ? അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉള്ളതാ മാഡം? യെസ്, അതാണ് അതിന്റെ അർത്ഥം. പറഞ്ഞതിന്റെ മീനിങ് അതാണ്. ഇന്ന് 3 മണി വരെ ക്ലാസ് ഉള്ളൂ. അതായത് ഹാഫ് ആൻ അവർ കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. ദാറ്റ്സ് ഓൾ. കുഴപ്പമില്ല. അല്ല, നിങ്ങള് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് പോയിക്കോളാട്ടാ, കുഴപ്പമില്ല. വേണ്ട മാഡം കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എവിടെ ഹോസ്പിറ്റൽ ഫാർമസി, ഇതൊരു അങ്ങനത്തെ ചാപ്റ്ററാണ്. പിന്നെ കുറെ അധികം നേരം 2 മണിക്കൂർ വലിച്ചു നീട്ടാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ രോഗം, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ഈഗർനെസ് ഉണ്ടാവുമല്ലോ, ഒരു ആൻസൈറ്റി. ഇത് പക്ഷെ കുറെ തിയററ്റിക്കൽ പോർഷൻസ് ആണ്. ഈ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ എന്താ പറയാ ഫങ്ഷൻസ് എന്താണ്, അങ്ങനെ കുറെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അത് ആണ് ഇതിനകത്തെ കുറെ എക്സ്പ്ലനേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അധികം നേരം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് 3 മണിക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഹോസ്പിറ്റൽ ഫാർമസി എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഹോസ്പിറ്റൽ ഫാർമസി എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഗിവൺ ബൈ ഹോസ്പിറ്റൽ ഫാർമസി, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിക്കുള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാം. അവർ നേരത്തെ കൂട്ടി ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട മെഡിസിൻസിനെ കുറിച്ച് ഫോർകാസ്റ്റിംഗ് നടത്തണം. ദേ ഹാവ് ടു ഓൾസോ മേക്ക് പർച്ചേസസ്, റിസീവ് ആൻഡ് ഓൾസോ ഇൻസ്പെക്ട്, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, ഓൾ ദീസ് തിങ്സ് ആർ ഡൺ ബൈ ദ ഹോസ്പിറ്റൽ ഫാർമസി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മരുന്ന് കൃത്യമായി എടുത്തു തരുന്നു, നമ്മളത് കൊണ്ട് വേഗം വീട്ടിലേക്ക് പോകുന്നു, നമ്മളുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ അത് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നടക്കുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അധികം. ഓക്കെ, പിന്നെ സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്, നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകളെ വേണം സപ്ലൈ ചെയ്യാനായിട്ട്. മെഡിസിൻസ് സപ്ലൈ, ഹോസ്പിറ്റലിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. എസ്റ്റിമേറ്റ് ദ നീഡഡ് മെഡിസിൻസ്, മാത്രമല്ല ഏതൊക്കെ മെഡിസിൻസ് ഹോസ്പിറ്റലിൽ വേണമെന്ന് അതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം നേരത്തെ കൂട്ടി. ദേ ഹാവ് ടു ഓൾസോ കീപ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എക്സെട്ര.
ഇനി ഒരു ഹോസ്പിറ്റലിൽ വാങ്ങി വെച്ചിരിക്കുന്ന മരുന്നുകളുടെയൊക്കെ ക്വാളിറ്റിയും അതിന്റെ എന്താ പറയാ കോസ്റ്റ്, വിലയും, അതുപോലെ തന്നെ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ ഉണ്ടോ, ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻ വാട്ട് ഫ്രം, എവിടെ നിന്നാണ് അത് പർച്ചേസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ സോഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ആൻഡ് മാനുഫാക്ചർഡ് മെഡിസിൻസ്. അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഹോസ്പിറ്റൽ ഫാർമസിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതായിക്കോട്ടെ, അതിന്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്ത് പോകേണ്ടതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. They have to distribute medicines to the outpatients. ഹോസ്പിറ്റലിന്റെ OP വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസിന് ആവശ്യമായ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആൻഡ് ഡ്രഗ് ഇൻഫോർമേഷൻ, അതായത് ഓരോ എവിടെ നിന്നൊക്കെയാണ് ഡ്രഗ് കൊണ്ടുവന്നത്, അതിന്റെ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് അത് വാങ്ങിച്ചേക്കണേ, അതിനെ കുറിച്ച്, ഡ്രഗ്സിനെ കുറിച്ച് സകലമായ ഡീറ്റെയിൽസും ഹോസ്പിറ്റൽ ഫാർമസിക്കാർ അറിഞ്ഞിരിക്കണം. പിന്നെന്താ, ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, അതായത് മരുന്നുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനുള്ള ഒരു സെന്റർ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. They have to bring into practice the recommendations which is taken by the Drug and Therapeutic Committee. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയും കൂടി ആലോചിച്ചെടുത്ത കുറെ തീരുമാനങ്ങളുണ്ട്, ഡിസിഷൻസ് ഉണ്ട്. അതിനെയെല്ലാം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ആൻഡ് they have to give patient counseling if necessary. ആവശ്യമെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുത്തു വിടുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് കൺവീൽ ചെയ്തിരിക്കണം. ഓക്കെ, റിവീൽ ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മെഡിസിൻസിനെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാകും. എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എന്തെങ്കിലും റിയാക്ഷൻസ് ഉള്ള മെഡിസിൻസ് ആണെങ്കിൽ അത് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് അതിനുള്ള ഇൻഫോർമേഷൻസും കൊടുത്തിരിക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യണം. അതിനെയാണ് നമ്മളിവിടെ പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ ദേ ഹാവ് ടു കീപ് എ റിലേഷൻ ബിറ്റ്വീൻ ദ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഓൾസോ ദ പേഷ്യൻസ്. ഇവര് നടത്തേണ്ട ഒരു ബന്ധം, ഇവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫുമായിട്ടും അതുപോലെ നഴ്സുമാരുമായിട്ടും അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ടും ഹോസ്പിറ്റൽ ഫാർമസിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് കാര്യം കൂടി ഡിസ്കസ് ചെയ്തു, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി, എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളതെന്നും പിന്നെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും അല്ലെ, ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് വേണ്ടത് എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഭാഗം കുറച്ചും കൂടി എളുപ്പം, ഫംഗ്ഷൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. മറ്റേതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, now let's see which are the equipments needed in a hospital pharmacy. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങളാണ് വേണ്ടത്, അപ്പൊ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ടായിരിക്കണം. അതായത് ഹോസ്പിറ്റലില് എന്താ പറയാ, ഡോക്ടേഴ്സിന്റെ അവര് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ഷീറ്റിലായിരിക്കും എഴുതി തരാൻ, ഒരു കേസ് ഷീറ്റോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിങ്ങനെ കൊണ്ടുവന്ന് ഇടാനുള്ള ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു കേസ് അതിനുവേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോ പേഷ്യൻസിനെയും നോക്കി കഴിയുമ്പോൾ അവർ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ഇപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിലുണ്ട്. പക്ഷേ ഈ മെഡിസിൻസ് വാങ്ങിക്കേണ്ടത് എവിടെ നിന്നാണ്? ഈ ഫാർമസിയിൽ നിന്നാണ്. അല്ലാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഫാർമസി ഇല്ല. ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഒരു ഫാർമസിയേ ഉള്ളൂ. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് വിൽ ബി പ്രൊവൈഡഡ് ഫ്രം ദ ഹോസ്പിറ്റൽ ഫാർമസി. ഇത് ഇവിടെ നിന്നൊക്കെ ഉള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മരുന്നുകളായാലും അത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു കേസ് അതിനു വേണ്ടി വെച്ചിരിക്കും. അപ്പൊ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന കേസസ് അല്ല കേസ് ഷീറ്റുകൾ കൊണ്ടുവന്ന് ഈ പ്രിസ്ക്രിപ്ഷൻ കേസിനകത്ത് കൊണ്ടുവന്നിടും. അപ്പൊ അവര് എന്ത് ചെയ്യും, ഫാർമസിയിലുള്ളവര് മരുന്ന് കൊടുക്കാൻ വേണ്ടി അവരത് എങ്ങനെയാണോ ഓർഡർ അനുസരിച്ച് അങ്ങോട്ട് എടുക്കുന്നു. ആദ്യം വന്ന പേഷ്യൻസിന്റെ കേസ് ഷീറ്റ് എടുത്തിട്ട് അതിൽ നിന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഏറ്റവും അവസാനം ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് വെച്ചതല്ല. അവരത് എടുത്തിട്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെതായ രീതിയൊക്കെ ഉണ്ട്, അവർക്കറിയാം അതൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ടായിരിക്കണം. ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്, അതായത് പ്രോപ്പർ ഷെൽഫുകളും ഡ്രോയറുകളും ഒക്കെ ഉള്ള ഒരു കബേർഡ്, ഈ എന്തിനാ മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കബേർഡ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. പിന്നെ കബേർഡുകൾ മാത്രമല്ല ഡ്രോയേഴ്സും അതുപോലെ സെക്ഷണൽ ഡ്രോയേഴ്സും. ഒരു ക്യാബിനറ്റിനകത്ത് എന്താ പറയാ, ഇങ്ങനെ ഓരോ കള്ളികളായിട്ട് തിരിച്ചിട്ടേ ചില മെഡിസിൻസ് ഒക്കെ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ക്യാബിനറ്റിന്റെ ഡ്രോയർ ഇങ്ങനെ തുറക്കുമ്പോൾ കുറെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളായിട്ടാണ്. നമ്മൾ വലിയ വലിയ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാലേ അവിടുത്തെ ക്യാഷ് പേയ്മെന്റ് നടത്തുന്ന സ്ഥലം, ബില്ലിംഗ് സെക്ഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ആ ക്യാബിനറ്റിന്റെ ഡ്രോയർ ഇങ്ങനെ പതുക്കെ വലിക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഇതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു സ്ക്വയറോ റെക്ടാംഗിൾ ബോക്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും അതിന്റെ ഉള്ളില്.
ആ ഡ്രോയറിന്റെ ഉള്ളിൽ. നമ്മുടെ വീടുകളിലെ ഡ്രോയറിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അല്ലെ, വലിപ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിടും. പക്ഷെ അവിടെ എന്തിനാണെന്നറിയോ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്? അതിങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ 10ന്റെ നോട്ട്, 20ന്റെ നോട്ട്, 5ന്റെ നോട്ട്, തുട്ടുകൾ ഉണ്ടെങ്കിൽ അത് 100 റുപ്പി നോട്ട്സ്, അങ്ങനെ നോട്ടുകളൊക്കെ ക്ലാസിഫൈ ചെയ്തിടാൻ വേണ്ടിട്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാലേ ഈ ബാലൻസ് കൊടുക്കുമ്പോ ഒക്കെ കൺഫ്യൂഷൻസ് വരും. പിന്നെ അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശ് പോകും. ആരുടെ ഈ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ കണക്കുകളിൽ 1 രൂപയ്ക്ക് പോലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എടുത്ത് വെക്കേണ്ടി വരും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സോർട്ട് ചെയ്തൊക്കെ ഇടും. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസിലും ഫാർമസിനകത്തെ ക്യാബിനറ്റിന്റെ ഡ്രോയേഴ്സിലും ഷുഡ് ബി സം ടൈപ്സ് ഓഫ് എന്താ പറയാ ഇതുപോലെയുള്ള സെക്ഷൻസ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് അവർക്ക് ഈ ഓരോ സെക്ഷൻസിലും ഓരോ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. Then also work tables and counters for regular dispensing. മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ഒരു ചെറിയൊരു വിൻഡോ പോലത്തെ സ്ഥലമാണല്ലോ. അതിങ്ങനെ ഒരു ആർച്ച് ഷേപ്പ് ആയിരിക്കും, ചിലർക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അതിൽ കൂടിയാണ് നമ്മൾ കൈയിട്ട് നമ്മളുടെ മരുന്നുകൾ ഇങ്ങോട്ട് വാങ്ങിക്കാൻ, അവർ അതിൽ കൂടി ആയിരിക്കും നമുക്ക് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു ടേബിളും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടേഴ്സ്, അതായത് മരുന്നെടുത്തലും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടറും അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. സിങ്ക് വിത്ത് സ്റ്റെയിൻ ബോർഡ്. സിങ്ക് എന്താ? സിങ്ക് വെള്ളം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനം. പല സാധനങ്ങളൊക്കെ ചിലപ്പോൾ കഴുകേണ്ടി വരും. ചില മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ചില മെഡിസിൻസ് നമുക്ക് ഡയറക്റ്റ് ഒക്കെ കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ അതൊക്കെ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. സോ ആ സമയത്ത് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്യേണ്ടി വരും, ഹാൻഡ്സ് ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിങ്കും വിത്ത് ഡ്രെയിൻ ബോർഡാണ്. ഡ്രെയിൻ ബോർഡ് എന്താ? ഡ്രെയിൻ ബോർഡ് ഇങ്ങനെ വെള്ളം എന്താ പറയാ ഡ്രെയിൻ ചെയ്യാനുള്ള അല്ലെ, ഡ്രൈ ആക്കാനുള്ള. അതായത് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് കഴുകിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ താഴേക്ക് വീണ് പോകാനേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രെയിൻ ബോർഡും അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്. അതായത് മോട്ടറും പെസ്റ്റിൽസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കബേർഡ്. എന്താണ് മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്? എന്താണ് കേട്ടിട്ടുണ്ടോ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ് എന്ന്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ പറയാം. ഇടിക്കുന്ന സാധനമില്ലേ, ഇങ്ങനെ ഇടിക്കുന്ന സാധനം, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളി ഇഞ്ചിയൊക്കെ ചതക്കില്ലേ ഒരു സാധനമില്ലേ, ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കുന്ന. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇത്ര പണ്ടൊക്കെ വീട്ടില് ഒലക്കയും ഒരലും ആ സാധനമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ അതൊന്നുമില്ല. അമ്മിയും പിള്ളയൊക്കെ ഉണ്ടായിരുന്നു, അമ്മിപ്പിള്ളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. കുട്ടികൾക്കൊന്ന് ഇതാണ് കൊച്ചേ, ഇത് അമ്മി, അതാണ് ഉരുള്, ഫോർ ഉരുൾ എന്നൊക്കെ ഉരൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പൊ ഫോർ ഉരൽ പറയാനായിട്ടുള്ള ഉരലില്ല അല്ലേ? കയ്യുരൽ, അതന്നെ അങ്ങനെ പറയോ ഇതിനെ? അതിനെ അങ്ങനെയാണ് പറയാ. അതായത് നമുക്ക് ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തരം കുഞ്ഞു ഉരലാണ്. അതിനകത്ത് ഇടിക്കുന്ന സാധനം ഉണ്ട്. അതാണ് മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് കേട്ടാ. അതും അതിന്റെ ഇടിക്കുന്ന സാധനം പെസ്റ്റിൽസ്. ഓക്കെ, അതിന് വേണ്ടി ഒരു ക്യാബിനറ്റ്. അതിങ്ങനെ തോന്നിയോർത്ത് എവിടെയെങ്കിലും വെച്ചാൽ പോരാ. കാരണം അതൊക്കെ പെട്ടെന്ന് കയ്യൊക്കെ തട്ടി താഴെ വീണിട്ടുണ്ടെങ്കിൽ കാലും കൈയൊന്നും ഉണ്ടാവില്ല അല്ലെ. അത് കല്ല് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആണ് അതിന്. അപ്പൊ അതിന് സെപ്പറേറ്റ് ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ഓൾസോ ബീക്കേഴ്സ്. ബീക്കർ, ഫണലുകള്, പിന്നെന്താ പറയാ ഗ്ലാസ് പാത്രങ്ങള്, ഗ്ലാസ് രൂപത്തിൽ, അതായത് പെട്ടെന്ന് ബ്രേക്കബിൾ ആയിട്ടുള്ള, കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള പാത്രങ്ങള്, ഫ്ലാസ്കുകളൊക്കെ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് കബേർഡ് ഉണ്ടായിരിക്കും. ഒക്കെ അതിന് സെപ്പറേറ്റ് ആണ്. കാരണം അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തോട്ട് ആരും ചെന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാലോ അതൊക്കെ തട്ടിയും മറിഞ്ഞൊക്കെ വീണ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസും അതിന്റെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ഹാൻഡിൽ വിത്ത് കെയർ അല്ലെ, വളരെ സൂക്ഷിച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ? റെഫ്രിജറേറ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി. ഫ്രിഡ്ജ് ആവശ്യത്തിന്, കാരണം ചില മരുന്നുകളൊക്കെ നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ആവശ്യത്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതന്നെ ഇൻസുലിൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താ പറയാ ആവശ്യത്തിന് റെഫ്രിജറേഷൻ വേണ്ട മെഡിസിൻസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള റെഫ്രിജറേഷൻ മാത്രമല്ല അതിന് ആവശ്യത്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. എന്ത് കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്റർ ആണെന്നുള്ളതിന് പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മളുടെ എന്താ പറയാ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിന്റെ അതേ കപ്പാസിറ്റി ആണോ അല്ലയോ അതൊന്നല്ല. ഇവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ളതൊക്കെയാണോ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്, താഴേക്ക് അന്നേരം പറയാം. പിന്നെന്താ? നാർക്കോട്ടിക്സ് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. ഇനി നാർക്കോട്ടിക്സ് ഐറ്റംസ്, അതായത് മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് കച്ചവടം ഉണ്ടെന്നല്ല കേട്ടോ. ഹോസ്പിറ്റൽസിൽ മയക്കുന്നതിന് നമുക്കറിയാലോ അനസ്തേഷ്യയൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ മയക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം മെഡിസിൻസ് എല്ലാം തന്നെ ലോക്ക്ഡ് ഡ്രോയേഴ്സിലാണ് സൂക്ഷിക്കേണ്ടത്. വെറുതെ ഡ്രോയർ പോരാ, അതൊക്കെ ലോക്ക് ചെയ്ത് എപ്പോഴും വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്
ഉപയോഗിക്കാണ്ടാത്ത സമയത്തൊക്കെ അതിങ്ങനെ ലോക്ക് ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ, കീപ്പ് ചെയ്യാനായിട്ട്. ദെൻ ഓൾസോ ഓഫീസ് ഡെസ്ക് വിത്ത് ഡിസ്പെൻസർ, അതായത് സോറി വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഓൾസോ ഫയൽ ക്യാബിനറ്റ്, അതായത് ഫയലുകൾ വെക്കാനുള്ള ക്യാബിനറ്റുകൾ, അതുപോലെ തന്നെ ഒരു ടെലിഫോൺ സൗകര്യം, ഓഫീസ് ഡെസ്ക്, ഓഫീസിന്റെ ഒരു ലുക്ക് ഒക്കെ നൽകുന്ന ഒരു ടെലിഫോണും, അപ്പൊ അതിന്റെ പുറത്ത് ഫയലുകളും അതുപോലെ ക്യാബിനറ്റും വേണം ഫയൽ വെക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസിനും അതുപോലെ ബോഡി കിടക്കുന്ന പേഷ്യൻസിനും കൊണ്ടുപോകാൻ നഴ്സുമാർക്കും ഒക്കെ മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഡിസ്പെൻസിങ് വിൻഡോ, ഒരു കുഞ്ഞ് ഒരു എന്താ പറയാ ഓപ്പണിങ്, അതായത് അതിൽ കൂടിയാണ് മരുന്നുകൾ കൊടുക്കുന്നതൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വേണ്ട സാധനങ്ങൾ. ക്ലിയർ ആണോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എക്യുപ്മെന്റ്സ് ദാറ്റ് ആർ നീഡഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി, എല്ലാം നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രിസ്ക്രിപ്ഷൻ കേസ് വേണം, ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ് ആൻഡ് ഡ്രോയേഴ്സ്, പിന്നെ സെക്ഷണൽ ഡ്രോയേഴ്സ്, ക്യാബിനറ്റുകൾ വേണം, അതുപോലെ വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ് വേണം, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് വേണം, ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ് വേണം, പിന്നെ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, അതുപോലെ തന്നെ ഫെനൽസ്, ബീക്കേഴ്സ്, ഇതൊക്കെ കീപ്പ് ചെയ്യാനുള്ള കബേർഡ് സെപ്പറേറ്റ് വേണം, റെഫ്രിജറേറ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി അത് വേണം, നാർക്കോട്ടിക് ഐറ്റംസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ ലോക്ക്ഡ് ഡ്രോയേഴ്സ്, നാർക്കോട്ടിക് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ കീപ്പ് ചെയ്യണം, ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആണ്, അതുപോലെ ഫയൽ ക്യാബിനറ്റ്, പിന്നെ ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ. അത് അവിടെ സ്പെല്ലിംഗ് ഒത്തിരി എന്തോ മാറി കിടക്കുന്നത് തോന്നുന്നു, NUTSES എന്നാണ് കിടക്കുന്നത്, അത് തിരുത്തി എഴുതണം. നഴ്സസ് NURSES ഒന്ന് തിരുത്തുക കേട്ടോ, നോട്ടിൽ തിരുത്തുക എല്ലാവരും. നഴ്സസ് എന്നാണ്. ഓക്കെ ആണല്ലോ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നൗ റിഗാർഡിംഗ് ദ സ്റ്റാഫിംഗ് ഓഫ് ഫാർമസിസ്റ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാഫിംഗ് ആണ്. ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാഫ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഏതിന്റെ ഒരു മാനദണ്ഡത്തിലാണ് എന്താ പറയാ ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. That decision should be taken by the Drug and Therapeutic Committee. അതായത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടാകും. അവരൊക്കെ കൂടിയൊക്കെയാണ് തീരുമാനിക്കുക ഫാർമസിസ്റ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പൊ എണ്ണം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. സോ ഇൻ എ ഹോസ്പിറ്റൽ ദ ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ഓരോ ഹോസ്പിറ്റലിന്റെയും ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ. ബെഡ് സ്ട്രെങ്ത് എന്താ ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? ഓക്കെ, കുഴപ്പമില്ല ആര്യാണ്. യെസ്, എന്താണ് ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അതായത് എത്ര പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റും, അതിന് അവൈലബിൾ ആയിട്ടുള്ള ബെഡ് ഉണ്ടല്ലോ വാർഡിലും റൂംസിലും ഒക്കെ ആയിട്ട്. അതിന്റെ ബേസിസിലാണ് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് വേണ്ടത്. സോ ഓൺ ദാറ്റ് ബേസിസ്, അങ്ങനെയാണെങ്കിൽ ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിസിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് താഴെ ഒരു കുഞ്ഞു ടേബിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ് ടു 50 ബെഡ്സ്, 50 ബെഡ് വരെയാണെങ്കിൽ, എല്ലാ ഹോസ്പിറ്റലിലും 50 വരെ ബെഡുകളാണോ അല്ലെങ്കിൽ 1000 ബെഡുകളാണോ എന്ന് റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് അവരുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ഇതനുസരിച്ച്, സൈസ് ഓഫ് ഹോസ്പിറ്റൽ അനുസരിച്ച് എത്ര ബെഡുകൾ വേണമെന്നാണ് അവരുടെ പോളിസിക്ക് അനുസരിച്ച് അവർ ചെയ്തോളും. അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും എല്ലാവരുടെയും ഹോസ്പിറ്റലിൽ ഒരുപോലെ ആയിരിക്കില്ല, പല പല രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് 50ഓളം ബെഡുകൾ വരെയാണെങ്കിൽ, 50ഓളം ബെഡ് വരെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഈസ് 3. 3 ഫാർമസിസ്റ്റുകൾ ഫാർമസിയിൽ വേണം. കാരണം 50 ബെഡ് വരെയേ ഉള്ളൂ എങ്കിൽ 50ന് ശേഷം 50 മുതൽ 50 കഴിഞ്ഞിട്ട് 51 മുതലാണെങ്കിൽ ഒരെണ്ണം എങ്കിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ അപ് ടു 100 ബെഡ്സ്, 100 വരെയുള്ള ബെഡുകളാണെങ്കിൽ, ബെഡുകളുടെ എണ്ണം 100 ആണെങ്കിൽ എത്ര വേണം? 5 ഫാർമസിസ്റ്റുകളാണ് റിക്വയർ ചെയ്യുന്നത്. 5 പേര് ഫാർമസിസ്റ്റുകളായിട്ട് വേണം. അപ് ടു 200 ബെഡ്സ്, 200 വരെയാണ് ബെഡിന്റെ എണ്ണമെങ്കിൽ
8 നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളാണ് വേണ്ടത്. ആൻഡ് അപ് ടു 300 ബെഡ്സ് 300ഓളം ബെഡുകൾ വരെയാണെങ്കിൽ 10 നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളാണ് വേണ്ടത്. അപ് ടു 500 ബെഡ്സ് 500 വരെയുള്ള ബെഡുകളാണെങ്കിൽ 15 ഫാർമസിസ്റ്റുകളാണ് വേണ്ടത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിസിൽ ഫാർമസിസ്റ്റുകളുടെ ലഭ്യത എത്രത്തോളം ആകണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ് ടു 50 ആണെങ്കിൽ 3, അപ് ടു 100 ആണെങ്കിൽ 5, അപ് ടു 200 ആണെങ്കിൽ 8, അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10 ആൻഡ് അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ 15. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പറയും ഓക്കെ ആവുന്ന? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാലോ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നിവ്യ, ഫസീല എല്ലാവരും ഉണ്ടോ അവിടെ? ഷഹാന, ഓക്കെ, കുറച്ചു പേരേ ഉള്ളൂ, അതുകൊണ്ട് പേര് വിളിച്ച. 30 പേരെ ആയിട്ടുള്ളൂ, 30 അല്ല 28. ഓക്കെ ആണ് എല്ലാവരും. ഉറങ്ങണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഫ്ലോ ചാർട്ട് റിക്വയർമെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിസ്റ്റുകളുടെ എങ്ങനെയാണ് അവരുടെ ഒരു എന്താ പറയാ, ഒരു ഹൈറാർക്കി ലെവൽ, അതായത് അവരുടെ ഒരു പൊസിഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഫാർമസിസ്റ്റുകളെ ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു അധികാര പരിധിയൊക്കെ എങ്ങനെയാന്ന് നോക്കിയേ. അറ്റ് ദ ടോപ്പ് ലെവൽ ഫാർമസിയിലെ ഏറ്റവും മുകളിലത്തെ ആളാണ് ഡയറക്ടർ. അതിന്റെ ഡയറക്ടറാണ് ഫാർമസിയുടെ. ആൻഡ് അതിന്റെ താഴെ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. എംഫാം ഡിഗ്രിയുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചീഫ് ഫാർമസിസ്റ്റ് ഡയറക്ടറിന്റെ തൊട്ട് താഴെയുണ്ട്. അല്ലെങ്കിൽ സൂപ്പറന്റ് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്, ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ സൂപ്രണ്ട് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് എംഫാം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അതിന്റെ താഴെയായിട്ടാണ് 4 ടൈപ്സ് ഓഫ് ഫാർമസിസ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ എന്താ പറയാ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ B.Pharm ആണ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിന്റെ B.Pharm ആണ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ. ആ മെഡിക്കൽ അതിന്റെ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടതും അതിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ നോക്കേണ്ടതൊക്കെ ഇയാളാണ്. ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ആളാണ്. 2 ഫാർമസിസ്റ്റ്. എന്തിനാ? 2 വേറെ ഫാർമസിസ്റ്റുകൾ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടായിരിക്കും B.Pharm അല്ലെങ്കിൽ D.Pharm ഉള്ളവര് ഫോർ ഡിസ്പെൻസിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ മെഡിസിൻ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് 2 ഫാർമസിസ്റ്റ്. B.Pharm അല്ലെങ്കിൽ D.Pharm ആയിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി നിയന്ത്രണത്തിന് വേണ്ടി മെഡിസിൻസിന്റെ ക്വാളിറ്റി എപ്പോഴും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പോകണം. ക്വാളിറ്റി കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. പോയിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലുള്ള മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരാളാണ് ആര്, എന്ന് പറയാ നമ്മള് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയാം. ക്വാളിറ്റി കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് ഫ്ലോ ചാർട്ട്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ്സിനെ കാണിക്കുന്ന ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്ടർ, superintendent of pharmaceutical services or chief pharmacist, then pharmacist for drug distribution department B.Pharm, pharmacist to keep the medical store, 2 pharmacists for dispensing, that is B.Pharm or D.Pharm qualification, postgraduate pharmacist for quality control. എന്താ എന്തെങ്കിലും ചോദിക്കേണ്ട? എന്താണ് ബിനോയ്ക്ക് എന്താ പറ്റിയേ? എന്താണ് ബിനോയ്? ഇല്ല, പോയോ? ഓക്കെ. അപ്പൊ ക്ലിയർ ആയി നോക്കിയേ? ഈ ചാർട്ട് മനസ്സിലായി നോക്കിയേ? ചാർട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കും. ഏത് എന്താ പറയാ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ് അവരെന്താണ് ഓക്കെ.
ലാസ്റ്റ് ചോദിച്ചാ മതിയോ? ലാസ്റ്റ് ചോദിച്ചാ മതിയോ ബിനോയ്ക്ക്? ഡൗട്ട് റിലേറ്റഡ് ടു നമ്മളുടെ ഈ ടോപ്പിക്കിന്റെ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണോ ഡൗട്ട്? നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണോ? എന്നാ ചോദിക്കേ, എന്താണാവോ? എനിക്കറിയാവോ അറിയാം, ഞാൻ പറഞ്ഞു. എന്താണ് ബിനോയ് പറയൂ, പറയൂ. മാഡം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് എടുത്ത് പഠിക്കണോ അതാ എക്സ്പീരിയൻസ് വേണ്ടി നിൽക്കുന്നവരാണോ? അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആ കോഴ്സ് എടുത്ത് പഠിക്കണോ? ഈ ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ, മെഡിക്കൽ സ്റ്റോറിലൊക്കെ നിൽക്കണമെങ്കിൽ. ഓക്കെ, കഴിഞ്ഞില്ലേ ചോദ്യം? അപ്പൊ നമ്മളില്ലേ ഈ പറയുന്ന പോലെ ഏത് കാര്യങ്ങൾ പഠിച്ച നമ്മളിപ്പോ ഇല്ലേ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ, ചില ഓർഗനൈസേഷൻസിലൊക്കെ ചെല്ലുമ്പോ മിക്കയിടത്തും കുറെയൊക്കെ എന്താ പറയാ, അവര് ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ പഠിച്ച് ആ ഒരു മേഖലയിൽ ക്വാളിഫിക്കേഷൻ സമ്പാദിച്ചവരും ഉണ്ടായിരിക്കും. അതല്ലാതെ പ്രാക്ടിക്കൽ നോളജ് കൊണ്ട് ആ ഒരു മേഖല കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരുണ്ട് ചില ഓർഗനൈസേഷൻസിലാണ്. എല്ലായിടത്തും അല്ല കേട്ടോ, എല്ലായിടത്തെയും കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സിന് മാത്രമേ എന്താ പറയാ രോഗികളെ പരിശോധിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനും സർജറീസ് നടത്താനും ഒക്കെ പറ്റുള്ളൂ. അതങ്ങനെ പ്രാക്ടിക്കലായിട്ടും തിയററ്റിക്കലായിട്ടും പഠിക്കണം. പക്ഷെ ചില കാര്യങ്ങളിൽ അത്തരം പ്രാക്ടിക്കൽ നോളജ് മാത്രം കൊണ്ട് ചില ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഉദാഹരണം വർക്ക്ഷോപ്സ് ഒക്കെ അല്ലെ, വർക്ക്ഷോപ്സിലൊക്കെ പങ്കെടുക്കാനായിട്ട് ജോലി ചെയ്യാനായിട്ട് പണ്ടൊക്കെ ആളുകൾ ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിന്റെ, അതായത് മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഐടിയോ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ ആയിരിക്കോ അങ്ങനെ ആ ഒരു വലിയൊരു നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസിനെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിയേ, അതിനൊക്കെ വേണ്ടിയിട്ട് കോഴ്സുകളുണ്ട്. പക്ഷെ എല്ലാവരും തന്നെ അങ്ങനെ എടുത്ത് പഠിച്ചവരായിരിക്കണമെന്നില്ല. ചിലവര് അവരുടെ പ്രാക്ടിക്കൽ എന്താ പറയാ നോളജ് വെച്ച് അതുപോലെ സ്വന്തമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് കുറച്ച് അതിനകത്ത് നോളജ് ഒക്കെ നേടിയിട്ട് ആ ഒരു വിഭാഗത്തിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഹോസ്പിറ്റൽസിൽ അങ്ങനെ പറ്റില്ലല്ലോ. ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ തന്നെ വേണം, അതല്ലാതെ പറ്റില്ല. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ PSC എക്സാമുകളൊക്കെ വയ്ക്കുന്നത്. അതായത് ക്വാളിഫിക്കേഷൻ പ്ലസ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള സ്കില്ലും അവർ പരിശോധിച്ചിട്ടാണ് നമ്മളെ എംപ്ലോയ്മെന്റ് നമുക്ക് ജോലി തരുന്നത്, PSC ഒക്കെ. ഓക്കെ, ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ നമ്മളുടേതായ ഒരു യോഗ്യത വെച്ചിട്ട് നമുക്ക് ചില ആളുകളൊക്കെ അങ്ങനെയും ജോലി വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ, പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിലെ കാര്യമാണ് ഞാനും പറഞ്ഞത്. പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്താ പറയാ ചില നോളജ് അങ്ങനെ നിന്ന് ചില ആളുകളുടെ കൂടെ നിർത്തി അങ്ങനെ പരിചയപ്പെടുത്തി ഇന്ന മെഡിസിൻസ് ഒക്കെ പരിചയപ്പെടുത്തിയൊക്കെ ഒരുവിധം എല്ലാ മെഡിസിൻസും ഇപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ മെഡിസിൻസും അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അവരുടെ കൂടെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് കൂടെ ഉണ്ടാകും. അവരുടെ കീഴിൽ നിന്ന് ഇതൊക്കെ എങ്ങനെയാന്ന് മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഹെൽപ്പേഴ്സ് ആയിട്ടൊക്കെ പോലെ നിന്ന്, ഇപ്പൊ ചിലപ്പോ കസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷനിലുള്ളവര് വേറെ ജോലിയൊന്നുമില്ല എന്നാ എന്താ പറയാ ഫാർമസിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്ന അവിടുത്തെ മരുന്നുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണോ? അല്ല, അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അത് ഒരു ജോലിക്ക് എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കുന്നതാണ്. അതിനകത്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോ പറയാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയുള്ളവരെ പറ്റുള്ളൂ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേ പറ്റുള്ളൂ എന്ന്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഹോസ്പിറ്റൽസിൽ ജോലി ഇടണമെങ്കിൽ അവര് അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഫാർമസിസ്റ്റ് ആവണമെങ്കിൽ ഈ പറഞ്ഞ B.Pharm അല്ലെങ്കിൽ D.Pharm അല്ലെങ്കിൽ M.Pharm ഒക്കെ കിട്ടിയവർക്ക് മാത്രമേ പറ്റുള്ളൂ. പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ വേണമെങ്കിലൊക്കെ നിൽക്കാം, അതൊക്കെ ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ. അതിന്റെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ പ്രശ്നമാവും ആകെ. ഓക്കെ, അപ്പൊ അവര് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലാത്തവരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ആളുകളുടെ, നമുക്കറിയാം ഒരു ആളുകളുടെ മനുഷ്യന്മാരെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണല്ലേ, ചില്ലറ കളിയൊന്നുമില്ല. മരുന്നുകൾ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്തും പോലെയല്ല. ഓക്കെ, ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ അത് വളരെ നല്ല കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഇനി നമ്മൾ ഇത്രയും നേരത്തെയൊക്കെ കുറെ കാര്യങ്ങൾ കുറെ പ്രാവശ്യം പറഞ്ഞു കേട്ട കാര്യമാണ്. ഏത് ഫ്ലോ ചാർട്ട് ഡയറക്ടർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് വിത്ത് M.Pharm. പിന്നെ അതിന്റെ താഴെ ഫാർമസിസ്റ്റുകളാണ്. ഒരു എത്ര പറയാ, 1 2 3 4 നാലിനകത്ത് 5 ഫാർമസിസ്റ്റുകളാണ്. ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് B.Pharm, ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്നത്
2 pharmacists, അവിടെ 2 ഉണ്ട് കേട്ടോ, ബി ഫാം ഓർ ഡി ഫാം ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് മരുന്ന് എടുത്തു കൊടുക്കാനൊക്കെ ഹോസ്പിറ്റൽസിന്റെ ബെഡ് സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ നമ്മൾ ഇത്രയും നേരത്തെയും ഇന്നലെയും ഒക്കെ ക്ലാസ് എടുത്തപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഫാർമസിയിൽ എന്താ പറയാ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസിന് പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഫാർമസിയുടെ ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ റെക്കമെൻഡേഷൻസ് വിച്ച് ഇസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞു. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന എന്താ പറയാ ഫാർമസിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു. അതുപോലെ 2-3 സ്ഥലത്ത് നമ്മൾ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞു. എന്താണ് ഇനി ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ, എ മെമ്പർ സെക്രട്ടറി ആൻഡ് ദ മെമ്പേഴ്സ്. അതായത് മെമ്പർമാരും ചെയർമാനും മെമ്പർ സെക്രട്ടറിയും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ആരൊക്കെയാണ് അതിനകത്ത് അംഗങ്ങൾ നോക്കിയേ? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ആരാണ് മെഡിക്കൽ സൂപ്രണ്ട്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ചെയർമാൻ ആണ്. ഇതിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സിലെ HODs, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഹെഡ് അതിനകത്ത് മെമ്പർമാരാണ്. ഇപ്പൊ കാർഡിയോളജി വിഭാഗം ഉണ്ടെങ്കിൽ അവിടുത്തെ HOD, കാർഡിയോളജി വിഭാഗത്തിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരാണോ അയാൾ ഇതിനകത്ത് അംഗമായിരിക്കാം. അതുപോലെ ഓർത്തോപെഡിക്സില്, പീഡിയാട്രിക്സില്, ഗൈനക്കോളജിയില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കമ്മിറ്റിയുടെ ഒരു മെമ്പർ ആയിരിക്കും. പിന്നെ ആരാ? NS, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ആരാണ്? അവരും ഒരു മെമ്പറാണ്. ഈ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പറാണ് NS, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ദെൻ ചീഫ് ഫാർമസിസ്റ്റ്, ഏറ്റവും ചീഫ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇതിനകത്തെ മെമ്പർ സെക്രട്ടറിയാണ്, മെമ്പേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് വരും. അപ്പൊ ചെയർമാനും മെമ്പർ സെക്രട്ടറിയും പിന്നെ മെമ്പേഴ്സും ആയിട്ട് ഒരുപാട് പേര് അടങ്ങുന്നതാണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ആരാണ് ചെയർമാൻ? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, ഹു ഇസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? മെമ്പർ സെക്രട്ടറി ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. ഇനി ഓൾ HODs ആർ ഡാഷ് ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എല്ലാ HODസും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡാഷ് ആണ്, മെമ്പർമാരാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ 4 പോയിന്റ് ആണെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്ലോ ചാർട്ടും നന്നായി പഠിച്ചു വെക്കണം. ഫ്ലോ ചാർട്ടൊക്കെ വേണമെങ്കിൽ തെറ്റിച്ചൊക്കെ തരും, അതിന്റെ ഓർഡർ തെറ്റിച്ചു തരും, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ തെറ്റിച്ചു തരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഒന്ന് നോക്കിയേ വേഗം. ആ ഫ്ലോ ചാർട്ടും പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ഒന്ന് നോക്കുക. മെമ്പർ സെക്രട്ടറി, ചീഫ് ഫാർമസിസ്റ്റ്. നോക്കിയോ? Okay, now let's see which are the functions of this drug and therapeutic committee. അപ്പൊ എന്തൊക്കെയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം നമുക്കിനി. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എന്താണ് ഈ കമ്മിറ്റി ചെയ്യുന്നത്? വെറുതെ കമ്മിറ്റി രൂപീകരിച്ച് ഉണ്ടാക്കി വെച്ചാൽ പോരോ? അല്ലെ, നമുക്കറിയാം നമ്മൾ പല സ്ഥലങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പോ, നമ്മുടെ പള്ളിപ്പെരുന്നാള്, അതുപോലെ തന്നെ അമ്പലത്തില് ഉത്സവങ്ങള് ഒക്കെ വരുമ്പോ നമ്മൾ ഓരോ ഫംഗ്ഷൻസ് വരുമ്പോ ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കും അല്ലെ, ഫോം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാ. ദാറ്റ് മീൻസ് അവർക്ക് ഓരോ ജോലികൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. And here in this drug and therapeutic committee have their own responsibilities or functions. അവർക്ക് അവരുടേതായ കുറച്ച് ഉത്തരവാദിത്തങ്ങളും കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ they have to make the hospital drug formulary. ഫോർമാലിറ്റി എന്നാണ് കേട്ടോ എഴുതി വെച്ചേക്കണേ.
ഫോർമാലിറ്റി അല്ല, ഫോർമുലറി എന്നാണ്. ടെസ്റ്റ് സ്പെല്ലിംഗ് ഒന്ന് തിരുത്താവോ? ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, ഡ്രഗ് ലിസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിരുത്തിയോ? ഫോർമുലറി എന്നാക്കിയോ എല്ലാവരും? ഓക്കെ, ഡ്രഗ് ലിസ്റ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് ആദ്യം തന്നെ എന്തുണ്ടാക്കുക, ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ അവിടേക്കൊക്കെ എന്തൊക്കെ മരുന്നുകൾ ആവശ്യം വരാം എന്നതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കുക. ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പകുതി ഭാരം കുറഞ്ഞു. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്തൊക്കെ മരുന്നുകൾ വരാം, അത് ഇതിനകത്തിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇവർക്ക് എങ്ങനെ അതറിയാം? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് എന്തറിഞ്ഞിട്ടാ അവരെങ്ങനെയാ ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാക്കണേ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടോ നോക്കട്ടെ, ചോദിക്കട്ടെ. ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? മറുപടി പറയാമോ ആരെങ്കിലും? ഹൗ ക്യാൻ ദേ നോ ടു മേക്ക് ദ ഹോസ്പിറ്റൽ ഫോർമുലറി? എങ്ങനെ അവർക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഫോർമുലറി തയ്യാറാക്കാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ അവരെങ്ങനെ അറിയാം? മേഡം ഒന്നുകൂടെ പറയാമോ മേഡം? ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാക്കാനേ, അതായത് ഹോസ്പിറ്റലിലെ മെഡിസിൻസിനെ വേണ്ട എന്തൊക്കെ മെഡിസിൻസ് വേണം എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. അതിനാണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് വിളിക്കുക. അത് തയ്യാറാക്കുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹൗ ക്യാൻ ദേ മേക്ക് ദാറ്റ്? അല്ലെ അങ്ങനെ അവർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്റെ ചോദ്യം. യെസ്, വെരി ഗുഡ്. അതാണ് നിങ്ങൾ അവിടെ ഉണർന്നിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കറക്റ്റ് ആണ് പറഞ്ഞത്. അതായത് ഹോസ്പിറ്റലിന്റെ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് ഓൾ HODs ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും HODകൾ ഇതിനകത്ത് മെമ്പർമാരാണല്ലോ. അപ്പൊ അവർക്ക് പറയാലോ, അതെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന മെഡിസിൻസ് ഒക്കെ വേണ്ടി വരും എന്ന്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡുകാർക്ക് അതിനകത്ത് മെമ്പർമാരായതുകൊണ്ട് അവരെല്ലാവരും കൂടി ചേരുന്നതാണ് ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവരോട് ഡിസ്കസ് ചെയ്യണം ഏതൊക്കെ മെഡിസിൻസ് നിങ്ങളുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ വേണം. സോ ദാറ്റ് അവർക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. അതാണ് അത് എങ്ങനെ വരും എന്ന് ചോദിച്ചതാ ഞാൻ. നിങ്ങൾ ഉറങ്ങണ്ടോന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഫോർമുലറി തയ്യാറാക്കുന്നത് നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. സോ അതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ. ദെൻ അടുത്ത എന്താണ്? ദേ ഹാവ് ടു സെലക്ട് ദ മാനുഫാക്ചറർ ഓർ സപ്ലയർ ഓർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. അതായത് എവിടെന്ന് ഏത് എന്താ പറയാ മെഡിസിൻസ് അറേഞ്ച്മെന്റ് നടത്തുമ്പോഴും എവിടെന്ന് വാങ്ങിക്കണം, ഏത് പ്രൊഡ്യൂസറിനെ സമീപിക്കാം അല്ലെങ്കിൽ ഏത് സപ്ലയറിനെ സമീപിച്ച് നമുക്ക് മെഡിസിൻസ് വാങ്ങിക്കാം, അതിന്റെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടേ, ഏത് രീതിയിൽ വാങ്ങിക്കണം, പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ ഇത്തരം മെഡിസിൻസിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുവരണോ, ഇത് ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടതും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചത് കൊണ്ട് തങ്ങളുടെ ഡ്യൂട്ടി തീർന്നു അല്ലെങ്കിൽ കടമ തീർന്നു എന്ന് വിചാരിക്കരുതെന്ന്. അവര് ഇതെങ്ങനെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് ഈ പറഞ്ഞ സാധനം എങ്ങനെ എത്തണം, ഞാനിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു, പക്ഷേ ഹൗ ക്യാൻ ഇറ്റ് റീച്ച് ടു അവർ, നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് അതിന്റെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സെലക്ഷൻസ് നടത്തേണ്ടതും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. They have to add new drugs to the drug list and also delete the old drugs. ഇനി പുതിയ പുതിയ മെഡിസിൻസ് ഒക്കെ വരുമ്പോൾ ചില രോഗങ്ങൾക്ക് പുതിയ പുതിയ മെഡിസിൻസ് വരുമ്പോൾ അത് കൊണ്ടൊന്ന് നമ്മുടെ ഡ്രഗ് ലിസ്റ്റിനോടൊപ്പം ആഡ് ഓൺ ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ നിലവിലുള്ള ഡ്രഗ് ലിസ്റ്റിലെ ചില മരുന്നുകൾ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഓൾഡ് വൺസ് എന്ന് വെച്ചാൽ എന്താ, പഴകിയത്, പണ്ടങ്ങാണ്ടൊക്കെ കുറിച്ചു കൊടുത്തിരുന്ന മരുന്ന ഇപ്പൊ അത് നിലവിലില്ല അല്ലെങ്കിൽ നിലവിൽ നിന്നും മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. അതുകൊണ്ട് യാതൊരു ഉപയോഗങ്ങളും ആ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ആളുകൾക്ക് ഇല്ല, അതിനൊരു ഇഫക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അസുഖം മാറാൻ അത് അത്രയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം മെഡിസിൻസ് ഒക്കെ എടുത്ത് ആ ലിസ്റ്റിൽ നിന്ന് കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മെഡിസിൻസ് കളയേണ്ടതുണ്ടോ, പുതിയത് ഏതെങ്കിലും മെഡിസിൻസ് ഇൻസ്റ്റെഡ് ഓഫ് അതിന് പകരമായിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ടതുണ്ടോ, അതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇവർ തന്നെ എടുക്കുക. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? ടു ആഡ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ടു ഡിലീറ്റ് ഓൾഡ് ഡ്രഗ്സ്. പഴയ ഡ്രഗ്സ് നമ്മള് ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴില്ലേ നമ്മള് അതിന്റെ ഫാഷൻ നോക്കും ഇല്ലേ. ഉദാഹരണത്തിന് നമ്മളുടെ ഡ്രസ്സ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില എന്താ പറയാ ചില എക്യുപ്മെന്റുകൾ, ഈവൺ നമ്മുടെ മൊബൈൽ ഫോണുകൾ.
ഓക്കെ, കുറച്ച് നാളുകളൊക്കെ മുമ്പ് വരെ, ഒരു 10-15 കൊല്ലമൊക്കെ മുമ്പ് വരെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നത് സാധാ ഒരു നോക്കിയയുടെ ഒരു ഇങ്ങനെ കീ ഇങ്ങനെ അമർത്തുന്ന ഫോണുകളായിരുന്നു അല്ലെ. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളാണ്. അതെന്താ അത് ഉപയോഗിക്കാം, അതുകൊണ്ട് ഉപയോഗമില്ലെന്നാണ്. നമുക്ക് വിളിക്കാമല്ലോ, ഫോൺ വിളിക്കാം അത്യാവശ്യത്തിന് അല്ലെ, നമുക്ക് എവിടെയുണ്ടെങ്കിലും ആരെയെങ്കിലും ഒക്കെ വിളിക്കുകയാണെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷെ കൂടുതൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വന്നു കഴിഞ്ഞപ്പോ പഴയതൊക്കെ ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ മുൻപിൽ ഇങ്ങനെ കാണുന്നില്ല അധികം ഒന്നും, നമ്മൾ അധികം ആരും യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. ബിക്കോസ് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. പതുക്കെ അതിന്റെയൊക്കെ സ്ഥാനം മാറി. കുറച്ചൊക്കെ വല്ലവരുടെ കയ്യിലൊക്കെയാ, വല്ല വയസ്സായവരുടെ ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരുടെ കയ്യിലൊക്കെ മാത്രമേ നമ്മളിത് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ചില മെഡിസിൻസും അതെ, ഇറ്റ് വിൽ ബിക്കം ഔട്ട്ഡേറ്റഡ് ആകുന്നതും വേറൊരു പോയിന്റ് അവിടെ വേറെ പറയാൻ പോകണ്ടിട്ട്. അപ്പൊ അത് രണ്ടും നമ്മള് ക്ലാഷ് ആക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിൽ ഇല്ലാത്തൊരു മരുന്നാക്കി മാറ്റുക. അങ്ങനെ ചില മരുന്നുകൾ അങ്ങനെയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടും എന്ത് ചെയ്യാണ്, ചില നിലവിൽ കൊണ്ടുവന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറിഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ടടുത്തൊക്കെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് അറിവുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഇതുപോലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കുകയും മര്യാദയ്ക്കൊക്കെ ഒരു 5-6 വയസ്സ് വരെയൊക്കെ സംസാരിച്ചൊക്കെ തുള്ളിച്ചാടിയൊക്കെ നടന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഏതോ ഒരു മരുന്ന്, അത് ആ ഒരു മരുന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത മരുന്നായിരുന്നു. പക്ഷെ ആക്സിഡന്റലി ഇവരുടെ കയ്യിൽ എത്തുകയും ആ കുട്ടിക്ക് ആ മരുന്ന് കൊടുക്കുകയും പിന്നീട് ആ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമുക്കറിയാലോ, കേൾവി ശക്തിയും ഈ കേൾവിയും സംസാരവും തമ്മിലൊരു ഭയങ്കര റിലേഷനാണ്. നമ്മൾ ചെറുതിലേ തുടങ്ങി പലതും കേൾക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തന്നെ അത് മനസ്സിലാക്കി പറയുന്നതും. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കേൾവി ശക്തി അങ്ങോട്ട് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ സംസാരശേഷിയും ഇല്ലാണ്ടായി പോകും. കാരണം നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ ചുറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും പ്രതികരിക്കില്ല. ബിക്കോസ് നമ്മളൊന്നും ഹിയർ ചെയ്യുന്നില്ല. കേൾക്കുന്നില്ലെങ്കിൽ നമ്മളൊന്നും പ്രതികരിക്കില്ല. നമുക്ക് എന്താന്ന് ഒന്നും അറിയാൻ നടക്കുന്നത്. അങ്ങനെ പതുക്കെ ഉപയോഗിക്കാതെ അതങ്ങനെ ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് അറിയാവുന്ന ഒരു ഇതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ വന്നതെന്നാണ് പിന്നീട് അവര് തന്നെ പറഞ്ഞതാണ്. അവരുടെ കുട്ടിയുടെ പാരന്റ്സ് തന്നെ പറഞ്ഞുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഇത്തരം ഡ്രഗ് ലിസ്റ്റില് വേണ്ടാത്ത മരുന്നുകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. പുതിയ മരുന്നുകളെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യുക. അതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ഡ്രഗ്സ് സപ്ലൈഡ് ഇൻ ഒപിഡിയിൽ വേണ്ട ഡ്രഗ്സ് ഒക്കെ ഏതൊക്കെയാണോ അതൊക്കെ സപ്ലൈ ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഔട്ട് പേഷ്യൻസിന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസിക്ക് ഓരോ നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്, രൂപീകരിക്കേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി മോണിറ്റർഡ് ഫ്രം ടൈം ടു ടൈം. ഇത് ആവശ്യത്തിന് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പരിശോധിക്കണം. അവർ കൃത്യമായ രീതിയിൽ ആ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും വേണം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫാർമസിക്കാർ ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന റെക്കോർഡുകളൊക്കെ എഴുതി സൂക്ഷിക്കണം. ഇന്ന കാര്യങ്ങളെ കുറിച്ച്, സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണ്ട സമയത്തൊക്കെ തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ വേണം. അത് ഞാൻ മോണിറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസിയിലേക്ക് ഏകദേശം മരുന്നുകൾ കൊണ്ടുവന്ന് വെക്കാൻ ഏകദേശം എത്ര രൂപയൊക്കെ വരും, അതിനെക്കുറിച്ച് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം നേരത്തെ കൂട്ടി തന്നെ. അതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫോർമേഷൻ സിസ്റ്റം, ഡ്രഗ് ഏതൊക്കെയാണ് എന്നും ഓരോ ഡ്രഗ്സിനെയും കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും എല്ലാം ഡെവലപ്പ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മരുന്ന് എക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് എവിടെ നിന്നാണ് സപ്ലൈ ചെയ്തത്, എന്താണ് അതിന്റെ കോസ്റ്റ്, എന്താണ് അതിന്റെ ക്വാളിറ്റി, എന്ത് മരുന്നിന് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിലും അങ്ങനെ ഓരോ മെഡിസിൻസിന്റെയും എല്ലാ ഇൻഫോർമേഷൻസും ഡെവലപ്പ് ചെയ്ത് കീപ്പ് ചെയ്യാം. ടു ചെക്ക് ദ ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി, ഡ്രഗിന്റെ ക്വാളിറ്റിയും അതുപോലെ ഫാർമസിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലുമൊക്കെ ഇവർ വിട്ടു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാതെ പോകുന്നുണ്ടോ, റെക്കോർഡ് ചെയ്യാതെ പോകുന്നുണ്ടോ, അതൊക്കെ അന്വേഷിക്കണം. ആൻഡ് ടു മെയിൻറ്റെയിൻ ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, മാത്രമല്ല ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം എത്രത്തോളം ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ചെയ്താണോ പോകുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി മോശമായിട്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ ടു ഡിസ്പോസ് ദ എക്സ്പയറി ഡ്രഗ്സ് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഓൾഡ് ഡ്രഗ്സും എക്സ്പയറി ഡ്രഗ്സും ആർ ദ സെയിം, രണ്ടും തന്നെയാണോ? എക്സ്പയറി ഡ്രഗ്സും
ഓൾഡ് ഡ്രഗ്സും ഒന്ന് തന്നെയാണോ? അതിനാണ് ഞാൻ അവിടെ ഓൾഡ് ഡ്രഗ്സിനെ കുറിച്ച് അത്രയും വിശദമായിട്ട് ചോദിച്ചത്, മനസ്സിലാക്കിയത്. പറഞ്ഞേ നിങ്ങള്, ഓൾഡ് ഡ്രഗ്സും എക്സ്പയറി ഡ്രഗ്സും സെയിം ആണോ? അല്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? എന്തായിരിക്കും അത് തമ്മിലുള്ള വ്യത്യാസം? ഓൾഡ് ഡ്രഗ്സ് പഴയ പഴയ ഡ്രഗ്സ്, എക്സ്പയർഡ് എന്ന് പറയുമ്പോൾ ഡേറ്റ് കഴിഞ്ഞ. അത് തന്നെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഓൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പഴയത് എന്ന് വെച്ചാൽ ഒരുപാട് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകള്, അതൊക്കെ മാറി അതിന്റെ ഇപ്പൊ നമുക്കറിയാലോ ഓരോ കാര്യങ്ങളും പുതിയതായിട്ടാണ് വരുന്നത്. ടെക്നോളജി അത്ര കണ്ട് മാറിയിട്ടുണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നുകളാണ്. ആ പണ്ടത്തെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് അത് വില പോകില്ല. ഓക്കെ, അപ്പൊ അതനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മൾ കോലം മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അതുപോലെ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, പുതിയതൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഫോർമുലേഷൻ ഓക്കെ, അപ്പൊ അത്തരം പുതിയ മാറ്റങ്ങൾ വരുമ്പോ ആ മാറ്റി കൊണ്ടുവരണം. അതേ ഡ്രഗ് തന്നെ വേറെ ക്വാളിറ്റിയിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലൊക്കെ കൊണ്ടുവരുമ്പോ അതാണ് യൂസ് ചെയ്യേണ്ടത്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാലോ അതിന്റെ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. അതായത് ഇപ്പൊ 2024 വരെ യൂസ് ചെയ്യുന്ന ഒരു മരുന്ന് അതില് അവര് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ന് 2024 ആണ് അതിന്റെ ലാസ്റ്റ് ഇയർ ഓഫ് യൂസ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 24 ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതിന്റെ എക്സ്പയറി ടൈം കഴിഞ്ഞു. അതാണ് ഓൾഡ് ഡ്രഗ്സും എക്സ്പയറി ഡ്രഗ്സും രണ്ടാണ്. എക്സ്പയറി ഡ്രഗ്സ് വന്നെന്ന് വെച്ച് കുഴപ്പമില്ല, കാരണം ആ എക്സ്പയറി ഡേറ്റ് വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പൊക്കെ തന്നെ അതിനെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ഫോർമുലറി ഒക്കെ തയ്യാറാക്കുന്ന നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് മുതൽ ഏതെങ്കിലും എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള എന്താ പറയാ മെഡിസിൻസ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള കുറെ കാര്യങ്ങൾ ഇവരുടെ ചുമതലകളായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഹോസ്പിറ്റൽ എന്താ പറയാ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നിട്ട് അടുത്ത ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്ന് റിഫ്രഷ് ആയിട്ട് വരിക, വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം വരാട്ടോ. വേഗം അധികം പോകരുത്, ഒരു 3 മിനിറ്റ്, അതായത് 2:30 അല്ലെ, 2:30 3 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ വേഗം ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാട്ടെ. അന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് 2 ചാട്ടൊക്കെ ചാടിയിട്ട് നിൽക്കുക നിങ്ങൾ അവിടെ. ഒന്ന് എനർജി ആയിട്ട് ഉച്ചക്കത്തെ ശേഷമാകുമ്പേ നമ്മള് എല്ലാവരും മടുപ്പ് പോലെ തോന്നും. കുറെ നേരം ഇങ്ങനെ കുറെ ഇരുന്ന് പറഞ്ഞു കേട്ട് ഇരുമ്പോ മടുക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ ഇപ്പൊ വരാട്ടാ, ജസ്റ്റ് 2 minutes.
അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയായോ? ഓക്കെ, റെഡിയാണല്ലോ? എടുക്കട്ടെ അടുത്ത ഭാഗം. ഓക്കെ, അപ്പൊ നമ്മള് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫോർമുലറി. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് ആണ് അല്ലെ? ഡ്രഗ് ലിസ്റ്റ് ആണ്, ഹോസ്പിറ്റലിന്റെ മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ്. ഇനി അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡ്രഗ് ലിസ്റ്റിനെ സംബന്ധിക്കുന്നത്, ഹോസ്പിറ്റൽ ഫോർമുലറിയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോ ഹോസ്പിറ്റൽ ക്യാൻ perhaps store every medications which is required in a hospital for providing to the patients who are hospitalized or coming as a patient for any symptoms or conditions. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് വരാമെന്നും അവരൊക്കെ എന്തൊക്കെ രോഗവുമായിട്ടാണോ വരുന്നത് അവർക്കൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ എല്ലാ മെഡിസിൻസും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതൊരു ഹോസ്പിറ്റലിനും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് ആദ്യം തന്നെ കൊടുത്തേക്കണേ. നോ ഫാർമസി ക്യാൻ എന്നാ പറഞ്ഞേക്കണേ കേട്ടാ. നോ ഹോസ്പിറ്റൽ ക്യാൻ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് എവറി മെഡിക്കേഷൻസ് ദാറ്റ് ഈസ് കൺസേൺഡ് ബൈ ദ ഡോക്ടർ. അതായത് ഓരോ ഡോക്ടർമാരും അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണോ അതെല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് പുതിയ പുതിയ രോഗം അല്ലെ, പുതിയ പുതിയ രോഗികൾ ഒക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ രോഗങ്ങൾക്കും പറ്റിയ മരുന്നുകളൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ? ഇല്ല. സം ഹാവ് ടു ബി റിസർച്ച്ഡ് ആൻഡ് എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊക്കെ റിസർച്ച് ചെയ്തൊക്കെ കുറെ മെഡിസിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം കുറെ പഠനങ്ങൾക്കൊക്കെ വിധേയമാക്കി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു ഒരു സ്റ്റഡി സെന്റർ, ഒരു റിസർച്ച് സെന്റർ ആയിട്ടൊക്കെ ഹോസ്പിറ്റൽ ഫാർമസി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വെച്ചിട്ട് ഒരുപാട് റിസർച്ചിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇപ്പൊ ചില പുതിയ പുതിയ രോഗമൊക്കെ വരുമ്പോ അതിന് എന്ത് മരുന്നുകൾ മെഡിസിൻസ് അവർക്ക് കോമ്പൗണ്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും, കലർത്തിയും ഒക്കെ മിക്സ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് റിസർച്ച് ഒക്കെ നടത്തണം. റിസർച്ച് നടത്തി കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നടത്തണം. അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരില്ലെങ്കിലും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്ന അതിന്, അതുകൊണ്ട് എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്റ്റോ എന്തെങ്കിലും പെരിലസ് ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ അറിയാണ്ടൊന്ന് വേഗം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത മരുന്നുകൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിന്റെയും, എത്ര വലിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഭയങ്കര വലിയ ഫുൾ സെറ്റപ്പ് ഉള്ള എല്ലാ തരത്തിലുള്ള ടെക്നോളജീസും ഉള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ കൂടി ആ ഹോസ്പിറ്റൽസിൽ വേണ്ട എല്ലാ മരുന്നുകളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുണ്ടോ എല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ചിലതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞത്. അതാണ് ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റില് എല്ലാ മെഡിസിൻസും ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് ആ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റില് നമ്മളിപ്പോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാർ കുറെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. പക്ഷെ ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിസിൻസും കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അത് എല്ലാം പറ്റാത്തത് എന്തുകൊണ്ടാ? ചിലതൊക്കെ നമ്മള് പുതിയ പുതിയ എന്താ പറയാ രോഗങ്ങൾ വരുമ്പോ അതിന് പുതിയത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിന് പറ്റില്ല. അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. And Drug and Therapeutic Committee, while they are making the list of medications, അവരുടെ മരുന്നുകളുടെയൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? They have to find out each and every stock of the medicines. അവരുടെ കയ്യിലുള്ള നേരത്തെ ഉള്ള മെഡിസിൻസിന്റെ സ്റ്റോക്കിന്റെ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാവണം. നേരത്തെ ഉള്ള മരുന്നുകൾ എത്രയൊക്കെ ഉണ്ട്, ക്വാണ്ടിറ്റീസ് ആവശ്യത്തിനുണ്ടോ, അല്ലെങ്കിൽ കുറെ ആവശ്യത്തിന് ഉള്ളതിനേക്കാൾ കൂടുതൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഒന്നിന്റെ മീതെ കുറെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് they have to make some arrangements or meetings regularly. ഇടയ്ക്കിടയ്ക്ക് ഈ ഫാർമസിക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കണം.
അത് റെഗുലർ ആയിട്ടും വെക്കണം. ഇപ്പൊ 2-3 ദിവസമൊക്കെ കൂടുമ്പോ ഒരു മീറ്റിംഗ്. കാരണം അവർക്കേ അറിയുള്ളൂ, ഫാർമസിക്കാർക്കേ അറിയുള്ളൂ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിന്റെയൊക്കെ സ്റ്റോക്സ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതൊക്കെ അറിയണം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇന്ന മെഡിസിൻസ് ഉണ്ടോ, അതിന്റെ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട്, അത് ഇനി പുതിയ ഓർഡർ വെക്കേണ്ട സമയമായോ, ഇത് അവരുമായിട്ട് ചോദിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. സോ ദാറ്റ് ദേ ഹാവ് ടു കണ്ടക്ട് സം മീറ്റിംഗ്സ് റെഗുലർലി. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ വേണ്ടപ്പോഴൊക്കെ ഒരു മീറ്റിംഗ് റെഗുലർ ആയിട്ട് കൂടണമെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. ആൻഡ് ദ ഡോക്ടേഴ്സ് യൂസ് ദിസ് ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ആർ അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ എനി സിംറ്റം ഓർ കണ്ടീഷൻ. ഇനി ഈ ലിസ്റ്റ് ആരും അറിയണം? ഹോസ്പിറ്റലിലെ മെഡിസിൻസിന്റെ ലിസ്റ്റ് പിന്നെ ആരറിയണം? ഡോക്ടേഴ്സ് അറിയണം. എന്നാൽ എന്തിനാണ് അവരറിയുന്നത്? അവർക്ക് എന്തിനാ അറിഞ്ഞിട്ട്? ഹോസ്പിറ്റലിലെ മെഡിസിൻ ഏതൊക്കെ ഇരിപ്പുണ്ട്, വരുന്ന രോഗിക്ക് രോഗത്തിന് മരുന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? ഏത് മരുന്നിന്റെ ലിസ്റ്റ് അറിയണമെന്ന് വല്ല കാര്യമുണ്ടോ? ഒന്ന് പറഞ്ഞേ നിങ്ങള്. എന്തിനാ അങ്ങനെ അറിയണേ? എന്തിനായിരിക്കും? കുറച്ച് കാര്യങ്ങൾ അത് തന്നെയാണ്. വെരി ഗുഡ്. അതെ, ഒരു പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന മരുന്ന് വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി, അത് അവിടെ ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ ഇവർക്ക് ഇതിന്റെ ലിസ്റ്റ് വേണ്ടേ? അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആ ലിസ്റ്റ് ഫാർമസിയുടെ റിക്വയർമെന്റ് അനുസരിച്ചായിട്ടാണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റിന്റെ ഒരു കോപ്പി നമ്മുടെ ഡോക്ടേഴ്സിന്റെ കയ്യിലുണ്ടെങ്കിൽ they can prescribe the medicines according to that formulary. ആ ലിസ്റ്റ് പ്രകാരം അവർക്ക് എന്ത് ചെയ്യാം? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും രോഗവും രോഗിയുമായിട്ടൊക്കെ വരുമ്പോ ആ മരുന്നുകളോ ഏതെങ്കിലും കണ്ടീഷൻസിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡോക്ടേഴ്സും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. And also they have to understand, അല്ലെങ്കിൽ അവർക്ക് they have to make sure that the medications that will not cause perilous interactions with other medicines. ഇനി മാത്രമല്ല, ചില മരുന്നുകൾ കുറിക്കുമ്പോ ഇല്ലേ, ആ മരുന്നുകളുടെ ഒപ്പം തന്നെ വേറെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ചില മരുന്നുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യും. ഒരേ ആൾക്ക് തന്നെ ഒരേ സമയം 2 വ്യത്യസ്ത മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചില മരുന്നിനോട് ചില മരുന്ന് യോജിക്കില്ല, ഇന്ററാക്ട് ചെയ്യും. അത് പെരിലസ് ഇന്ററാക്ഷൻസ് ആയിരിക്കും, അതായത് ഡേഞ്ചറസ് ഇന്ററാക്ഷൻസ് ആയിരിക്കും. അതിന്റെ റിയാക്ഷൻസ് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ രോഗിക്ക് പെട്ടെന്ന് വല്ല ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള വല്ല ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അതുകൊണ്ട് എന്തു പറ്റും? അങ്ങനെ വരുമ്പോ എന്തു പറ്റും? അത് വലിയ കുഴപ്പത്തിലേക്ക് ആക്കും. അപ്പൊ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് വരുന്നില്ല എന്നും കൂടി ഉറപ്പുവരുത്തണം അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്. അപ്പൊ ഒരു മെഡിസിൻ കൊടുക്കുമ്പോ അതുകൂടി ചില എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള കാര്യം തന്നെയാണ്. വീണ്ടും പറയാ, നമ്മള് പല്ല് വേദനയ്ക്കൊക്കെ മരുന്നിന് പോകൂലേ? അപ്പൊ പല്ലുവേദനയ്ക്കൊക്കെ മരുന്നിന് പോകുമ്പോ പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് മാറ്റാൻ, പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തരം ഏതാണ്ട് മരുന്നൊക്കെ എഴുതുമല്ലോ. അത് പെൻസിലിൻ അടങ്ങിയ ഒരു മരുന്നാണ് അതിന് വേണ്ടിയിട്ട് അവർ എഴുതുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തരം ആന്റിബയോട്ടിക്. അപ്പൊ അത് വേറെ ഏതെങ്കിലും മരുന്നിനുമായിട്ടൊക്കെ ചിലർക്ക് കഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? അതിന് ഇന്ററാക്ഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മേലൊക്കെ നിറച്ച് ചുവന്ന് തടിക്കുക, അല്ലെങ്കിൽ കുരുക്കൾ, അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയാ ഇങ്ങനെ പൊങ്ങുക, തടിച്ചു പൊങ്ങുക, അങ്ങനെയൊക്കെ വരും. ചിലർക്ക് ഭയങ്കര എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ വരിക, വയറിനകത്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതൊക്കെ വരിക. അത് ഇതിന്റെയൊക്കെ മരുന്നുകളുടെ റിയാക്ഷൻസ് ആണ്. ചില മരുന്നുകൾ ചില മരുന്നിനോട് ഒരുമിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ മെഡിസിൻസിന്റെ ലിസ്റ്റ് നോക്കി ഇന്ന മെഡിസിൻ ഉണ്ട്, പക്ഷെ മറ്റൊരു മെഡിസിന്റെ കൂടെ അത് കഴിക്കാൻ പറ്റുന്നില്ല. സോ ദേ ഹാവ് ടു സെർച്ച് ഫോർ അനദർ വൺ. അപ്പൊ ഇന്ന മെഡിസിന്റെ കൂടെ ചേരാത്തതുകൊണ്ട് അതിന് പകരം വേറൊരു മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവൈലബിൾ ആണോ? അപ്പൊ ലിസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ അവർ മേക്ക് ഷുവർ ചെയ്യുന്നതും ഈ ഫോർമുലറി നോക്കിയിട്ട് തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫോർമുലറി വളരെ അത്യാവശ്യമാണ് ഹോസ്പിറ്റലിനകത്ത്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഒക്കെ കൂടിയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഇനി ഓൾസോ വൈൽ ദേ ആർ സെലക്ടിങ് ദ മെഡിസിൻസ്, ഇനി കമ്മിറ്റി മരുന്നുകളൊക്കെ വാങ്ങിക്കണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് തയ്യാറാക്കുന്നതെങ്കിലും ഇത് എന്റെ വാങ്ങിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി അവർ ശ്രദ്ധിക്കണം. They have to find out the effectiveness of that particular medicine, and also the cost of the medicine, and also the need of that particular medicine in that particular hospital. ആ ഹോസ്പിറ്റലിൽ ആ മരുന്ന് എത്രത്തോളം വേണ്ടി വരും, അതുപോലെ തന്നെ അതിന്റെ ചെലവ്, അത് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചെലവ്, കോസ്റ്റ്, പിന്നെ മാത്രമല്ല ആ മെഡിസിന്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം അത്
എന്താ പറയാ ഇഫക്റ്റ് ചെയ്യും. ആ രോഗിക്ക് അതുകൊണ്ട് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഡ്രഗ് ലിസ്റ്റിൽ ആ മരുന്ന് ഉൾപ്പെടുത്താനായിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്രത്തോളം ആ ഒരു മരുന്നിന് ആവശ്യകത വരാൻ സാധ്യതയുണ്ട്, അതിന്റെ ചെലവ്, അതുപോലെ തന്നെ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആകും പേഷ്യൻസിൽ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞെടുത്തിട്ട് വേണം കമ്മിറ്റി ഹാസ് ടു ഡിസൈഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെഡിസിൻ. അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഫോർമുലറി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയേ, വായിച്ചു നോക്കിയേ ഒന്ന്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ വിശദീകരണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇതിനകത്തുള്ളതെന്നൊന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. 4 പോയിന്റ്. വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തൊരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. അവിടെ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഓക്കെ, ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ഇത്ര കൂടി എടുക്കുന്നുള്ളൂ. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ എല്ലാവരും? കുഴപ്പമുണ്ടോ എടുക്കുന്നത് കൊണ്ട്? കുറെ ആയി പോയിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ നോട്ടായതുകൊണ്ടേ ഇങ്ങനെ കുറെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ എഴുതി വെച്ചേക്കണ നോട്ടാണല്ലോ. എക്യുപ്മെന്റ് പഠിച്ചു നമ്മള്. സ്റ്റാഫിംഗ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളെ സ്റ്റാഫ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ ചാർട്ട്, ഫ്ലോ ചാർട്ട് പറഞ്ഞു. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണ്, ഏതാണ് ആ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരാണ്, പിന്നെ അവരുടെ ഫങ്ഷൻസും പറഞ്ഞു. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി പറഞ്ഞു വരുമ്പോ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ കുറച്ച് ടോപ്പിക്സ് കൂടുതലുള്ള പോലെ തോന്നും. ഓക്കെ, അതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, എന്താണ് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്? റെക്വിസിഷൻ ഓഫ് ഡ്രഗ്സ് ആണ്, പർച്ചേസ് ഓർഡർ ഓഫ് ഡ്രഗ്സ് ആണ്. അതായത് നമ്മൾ ഇനി പുതിയതായിട്ട് നമ്മളിപ്പോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മരുന്നുകളുടെ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചില്ലേ? ലിസ്റ്റ് തയ്യാറാക്കി അപ്പൊ എന്ത് ചെയ്തോളണം? വാങ്ങിക്കണ്ടേ? പർച്ചേസിങ്, അതാണ് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്, പർച്ചേസ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതെ, ഇന്റൻഡിങ്, റിക്വസിഷൻ പ്ലേസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? പർച്ചേസിങ് ഓർഡർ വെക്കാം സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പേ. അതായത് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഓർഡർ ചെയ്യുമ്പോ ഈ വലിയ ബിസിനസ്സുകാരൊക്കെ അങ്ങനെ ചെയ്യണേ. എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ നമ്മൾ പച്ചക്കറിയും പലചരക്കും ഒക്കെ കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെയല്ല. അപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ ലിസ്റ്റ് ഒക്കെ വെക്കാറുണ്ട് അല്ലെ? പക്ഷെ അതല്ല, ഇവർക്ക് നേരത്തെ തന്നെ ഇവർ ഓർഡർ പ്ലേസ് ചെയ്യും ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്നുള്ളത്. അപ്പൊ അത് നേരത്തെ കൂട്ടി തീരുമാനിച്ച് ഏതൊക്കെ ഡ്രഗ്സ് വേണം എന്നുള്ളതൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ ഒക്കെ വെക്കുന്നത്. അപ്പൊ ആ റെക്വിസിഷൻ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ റെക്വിസിഷനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി ഹോസ്പിറ്റലില് മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി വിച്ച് കണ്ടെയ്ൻസ് 250 to 300 ഡ്രഗ്സ്. എല്ലാ ഹോസ്പിറ്റലുകളിലും, അതായത് ഹോസ്പിറ്റൽസിന്റെ സൈസ് അനുസരിച്ചിട്ട് മിക്കവാറും ഹോസ്പിറ്റൽസിൽ 250 മുതൽ 300ഓളം ഡ്രഗ്സ് വരെ ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിനകത്ത് 250 മുതൽ 300ഓളം ഡ്രഗ്സുകളുടെ പേരുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിൽ വെക്കുന്ന മരുന്നുകളാണല്ലോ, അതിന്റെ ലിസ്റ്റാണ് ഓരോ ഹോസ്പിറ്റലിനും വേണ്ടത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റല് അവിടെ ഏതൊക്കെ മരുന്നുകളാണോ വേണ്ടത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സൂക്ഷിച്ചേക്കണേ, അതിന്റെ ലിസ്റ്റാണ് ആ ഹോസ്പിറ്റലിന്റെ ഫോർമുലറി. വേറെ ഹോസ്പിറ്റലിൽ വേറെ ആയിരിക്കും അല്ലെ? അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ടാണല്ലോ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരു 250 മുതൽ
300ഓളം ഡ്രഗ്സിന്റെ പേരുകൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫാർമസിയിലും. ആൻഡ് ദിസ് ഇന്റൻസ് അല്ലെങ്കിൽ പർച്ചേസ് ഷുഡ് ബി മെയ്ഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ സ്റ്റോക്ക് ലെവൽ, സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ഇൻ മൈൻഡ്. അതായത് നമ്മൾ എപ്പോഴാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ഉണ്ടായിരിക്കണം. സേഫ്റ്റി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിപ്പോ സേഫ് ആയിട്ടുള്ള സോണാണ്. അതിന്റെ താഴേക്ക് സ്റ്റോക്കിന്റെ എണ്ണം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡേഞ്ചർ ലെവൽ ആയി പോകും. ഓക്കെ, അതായത് നമ്മളുടെ മരുന്ന് നമുക്ക് ആ ഏതെങ്കിലും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പേഷ്യന്റുകൾ ആ ഒരു മരുന്നിന് വന്നു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സേഫ് ആയിട്ടുള്ള ഒരു ലെവല്. സേഫ് ലെവൽ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഓർഡർ എവിടെ നിന്ന് പ്ലേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സപ്ലയറെ തിരഞ്ഞെടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് പെട്ടെന്നൊക്കെ സ്മൂത്ത് ആക്കി നടത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റും, പിന്നെയും അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പേഷ്യൻസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മരുന്നുകൾ. അപ്പൊ അത് ലെവൽ ഇങ്ങനെ താഴെ പോയതൊരു ഡേഞ്ചർ ലെവലിലേക്ക് പോകും. അപ്പൊ ഡേഞ്ചർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓർഡർ കൊടുത്ത് തിരിച്ച് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വരുമ്പോഴേക്കും പേഷ്യൻസിന് വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞ് വിടേണ്ടി വരും അല്ലെ, ആ മെഡിസിൻ തീർന്നിരിക്കുകയാണ്, അല്ലെ ആ മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഡോക്ടേഴ്സിന്. ഓക്കെ, ആ ലെവലിലേക്ക് പോകും. അത് വരാതിരിക്കാനാണ് സേഫ്റ്റി ലെവല് എപ്പോഴും ഡ്രഗ്സിനെ സംബന്ധിച്ച് കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ അത് പർച്ചേസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. കാരണം സേഫ്റ്റി ലെവലിന്റെ താഴെ പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീക്കണം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതിന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു ഫോളോ ദ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. EOQ എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടാക്കി പറയാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് അവർ അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്, ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് തെഫ്റ്റ്. അതായത് ഈ കൂടുതൽ കൊണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറയുന്ന അത് കൈമോശം വരാൻ, ആളുകളൊക്കെ ഇങ്ങനെ എടുത്ത് യഥേഷ്ടമൊക്കെ വാരി കൊണ്ടുപോയി എണ്ണം കറക്റ്റ് അല്ലാതെയൊക്കെ എടുത്ത് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കളവ് പോയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻസിലേക്ക് പോകാതെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യുക ആവശ്യത്തിന്. അതായത് നമ്മൾ ഡേഞ്ചർ ലെവലിലേക്ക് പോകാനും പാടില്ല, സേഫ് ആയിട്ടുള്ള ലെവലിലേക്ക് വേണം താനും. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കണം എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ EOQ എന്ന് വിളിക്കുക. EOQ എന്താണെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്, നേരം പറയാം. ഓക്കെ, ദെൻ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. ക്രിട്ടിക്കൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് സേഫ്റ്റി ലെവൽ മാറി അങ്ങോട്ട് പോയി അതിന്റെ താഴേക്കും വീണ്ടും യൂണിറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ക്രിട്ടിക്കൽ ലെവൽ അല്ലെങ്കിൽ ഡേഞ്ചർ ലെവൽ. ആ ഡേഞ്ചർ ലെവൽ ആക്കുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഓർഡർ പ്ലേസ് ചെയ്തോളണം. അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എന്ത് ചെയ്തോളണം, അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കിക്കൊള്ളണം. എന്തൊക്കെ മെഡിസിൻസ് വേണം എന്നുള്ള ലിസ്റ്റ് അതിന് മുമ്പേ തയ്യാറാക്കണം. ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ് ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ്. ഓർഡർ അപ്പൊ തന്നെ പ്ലേസ് ചെയ്തിരുന്നത്, അത് ഇന്ന ക്വാണ്ടിറ്റീസ് വേഗം എത്തിക്കാൻ പറഞ്ഞത്. ഇനി ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടഡ് ഡ്രഗ്സ്, എന്നാൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട മരുന്നുകളാണെങ്കിലോ, ചിലപ്പോ എബ്രോഡ് പുറത്തുള്ള കൺട്രീസിൽ നിന്നാകാം, ചിലപ്പോ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നാകാം, ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരേണ്ട ഡ്രഗ്സ് ആണെങ്കിൽ ആംബിൾ ടൈം ഷുഡ് ബി ഗിവൺ. ആവശ്യത്തിന് സമയം കൊടുത്തിരിക്കണം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇവിടെ എത്താനായിട്ട് 10 ദിവസം എടുക്കും. അപ്പൊ 10 ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ ഒരു 5 ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട മരുന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. 5 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടണം. പക്ഷെ മരുന്നെത്താനായിട്ട് 10 ദിവസം വൈകും എന്നാണ് ആണെങ്കിൽ നമ്മൾ എപ്പോ ഓർഡർ കൊടുക്കണം? 5 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുത്താൽ മതിയോ? ആണോ? മനസ്സിലായില്ല. അല്ല അതിനു മുമ്പേ ഓർഡർ കൊടുക്കണം. തന്നെ നേരത്തെ ഓർഡർ കൊടുക്കണം. അതായത് നമുക്ക് ഇന്നാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് ആവശ്യം, പക്ഷെ നമ്മൾ അത് ഇന്ന് ഓർഡർ ചെയ്താൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അത് അവർക്കറിയാലോ. ഇമ്പോർട്ട് ചെയ്യേണ്ട മരുന്ന് എളുപ്പം ഇങ്ങോട്ട് എത്തില്ല. അത് വല്ല സ്ഥലത്തു നിന്നൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണം. ആൻഡ് ഇൻ ട്രാൻസിറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിലേയോ വന്നാലോ അപ്പോഴും മരുന്ന് എത്താൻ ഡിലേ ആകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം അല്ലെ, അതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു 10-20 ദിവസം മുമ്പെങ്കിലും അത്തരം മരുന്നുകൾ എത്തിക്കാനുള്ള സാവകാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴേ ഓർഡർ പ്ലേസ് ചെയ്യണം. അതാണ് പറഞ്ഞത്, ആംബിൾ ടൈം ഷുഡ് ബി ഗിവൺ. അതായത് അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അതിനു മുമ്പേ അപ്പൊ എന്ത് ചെയ്തോളണം, ആ സമയം കൂടി കണക്കിലെടുത്തിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ. അതാണ് പറഞ്ഞേക്കുന്നത്, ഡ്രഗ്സ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ആംബിൾ ടൈം ഷുഡ് ബി ഗിവൺ. പിന്നെന്താ, ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു റിസീവ് ദ ഡ്രഗ്സ്. ഇനി ഓർഡർ ഒക്കെ കൊടുത്തു, ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രഗ്സ് റിസീവ് ചെയ്യണം. ഡ്രഗ്സ് റിസീവ് ചെയ്താലോ വേഗം തന്നെ അത് വാങ്ങിച്ച് ആ പെട്ടിയോടെ വാങ്ങിച്ച് എവിടെയെങ്കിലും മൂലക്കിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോ പെട്ടി പൊട്ടിച്ച് എടുത്താൽ മതിയോ? പറ്റില്ല. അത് കഴിഞ്ഞ് അടുത്തത് പറയുന്നുണ്ട്, ഓൾ ദ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി വെയ്ഡ്, ചെക്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയർ, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യണം. എപ്പോ മരുന്നുകൾ റിസീവ് ചെയ്താലും അന്നേരം തന്നെ അത് പൊട്ടിക്കുക, അതിനെ പരിശോധിക്കുക, അതിന്റെ ബാച്ച് നമ്പർ ശരിയാണോ എന്ന് നോക്കുക, എക്സ്പയറി ഡേറ്റുകളെല്ലാം ഉള്ള തന്നെയാണോ നോക്കുക. ഇപ്പൊ തീരാറായ എക്സ്പയറി ഡേറ്റ് തീരാറായ മരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മരുന്നിന്റെ പേരൊക്കെ തന്നെ
പക്ഷെ ഡേറ്റ് നോക്കാണ്ട് നമ്മൾ റിസീവ് ചെയ്ത് അവിടെ വെച്ചാലോ ഈ കൊല്ലം തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഈ 1 കൊല്ലം അല്ല 2 കൊല്ലം ഉപയോഗിക്കാനുള്ള മരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കൊല്ലം എക്സ്പയറി ഡേറ്റ് അത്രയും ഇല്ല. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യണം. ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് കൊടുത്തത് അത്രയും തന്നെ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ബാച്ച് നമ്പർ എല്ലാം തന്നെ തൂക്കം അനുസരിച്ച് വരെയും നോക്കി എടുക്കണം എന്നുള്ളതാണ് ഡ്രഗ്സ് റിസീവ് ചെയ്യുമ്പോൾ. ആൻഡ് റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഷുഡ് ബി മെയ്ഡ് ആൻഡ് ടു ബി സെൻഡ് ഫോർ ക്വാളിറ്റി ടെസ്റ്റ്. ലാബിലേക്ക് അയക്കണം ചിലതൊക്കെ എടുത്തിട്ട്. അതായത് മരുന്നുകൾ കൊണ്ടുവരുന്നത് എല്ലാം മുഴുവനോടെ എടുത്തുകൊണ്ടെങ്കിൽ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്നല്ല. അതിൽ നിന്ന് റാൻഡം സാമ്പിൾസ് ആണ്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് എടുത്തിട്ട് അത് സാമ്പിൾ ആയിട്ട് കൊടുക്കുക ലാബ് ടെസ്റ്റ് നടത്താനായിട്ട്. അല്ലാണ്ട് കൊണ്ടുവരുന്ന എല്ലാ മരുന്നും വേണ്ട. അതിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേശ്ശെ 1-2 ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് ലാബ് ടെസ്റ്റിന് അയക്കുക. അതിന്റെ റിസൾട്ട് നോക്കുക. ഓക്കെ, അതാണ് റാൻഡം സാമ്പിൾ ടെസ്റ്റ് നടത്താൻ വേണ്ടി, ക്വാളിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടി ലാബിലേക്ക് സെൻഡ് ചെയ്യണം. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ് ഓർ ഡ്രഗ്സ്, അതായത് കൊണ്ടുവരുന്ന മരുന്നുകൾ സാധനങ്ങൾ എന്താണ് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നിയ എന്ന് വെച്ചാൽ ഫോളിങ് ക്വാളിറ്റി, അതായത് ക്വാളിറ്റിയിൽ ഇച്ചിരി താഴെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എന്താണ് സ്ട്രിക്ട്ലി സെൻഡ് ടു ലാബ് ടെസ്റ്റ്. തീർച്ചയായിട്ടും അത്തരം മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല. അത്തരം മെഡിസിൻസ് തീർച്ചയായിട്ടും ലാബ് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. ഏത് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അതായത് മരുന്നുകൾ ഓർഡർ ചെയ്യുന്നതും ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അത് എന്താ പറയാ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, ഏത് ലെവൽ എത്തുമ്പോൾ ഓർഡർ ചെയ്യണം. ഇക്കണോമിക് ഓർഡർ ലെവലാണ് നമ്മൾ എന്താ പറയാ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യേണ്ടത്. സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്തുമ്പോഴേക്കും നമ്മളത് ഓർഡർ കീപ്പ് ചെയ്തോളണം. അതുപോലെ തന്നെ റാൻഡം സാമ്പിൾസ് ചെയ്യണം. ഓരോ മരുന്നുകളും വന്നു കഴിഞ്ഞ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തണം. ഇതൊക്കെ ഇനി സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിന്റെയും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാനേ പാടുള്ളതല്ല. മറ്റു മെഡിസിൻസ് പോലെയല്ല. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വില കുറയുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി കുറവായിരിക്കും നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇനി എന്താണ് EOQ എന്ന് പറഞ്ഞത്? EOQ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതിന്റെ ഫുൾ ഫോം ഒന്ന് അറിയണം കേട്ടോ. ഇക്കണോമിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് എ കമ്പനി ഷുഡ് ആഡ് ടു ദെയർ ഇൻവെന്ററി. അതായത് നിലവിലുള്ള സ്റ്റോക്കിനോടൊപ്പം എത്ര യൂണിറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ യൂണിറ്റ് 1000 യൂണിറ്റ് ആണ് നമ്മളിപ്പോ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ 1000 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഈ മരുന്നിന്റെ കോസ്റ്റ്, അത് ഇറക്കുമതി ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പിന്നെ എന്താ പറയാ സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, ഇതൊക്കെ വരാനും കൂടാനും സാധ്യതയുണ്ട്, ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ 1000 യൂണിറ്റ് എന്നുള്ളത് നമ്മളൊരു എക്സ്ട്രാ 500 യൂണിറ്റ് കൂടി 1500 യൂണിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇക്കണോമിക്കലായിട്ട്, അതായത് കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ട് കുറച്ചുകൂടി ലാഭകരമായ രീതിയിൽ ചിന്തിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക. അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നിലവിലുള്ള ക്വാണ്ടിറ്റിയോടൊപ്പം എന്ത് ചെയ്യാം, കുറച്ചുകൂടി അഡീഷണൽ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. പക്ഷെ നമുക്കത് അത്ര ആവശ്യമില്ല. പക്ഷെ നമ്മൾ അതിന്റെ അങ്ങനെ കൂട്ടുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഭാവിയിൽ ഫ്യൂച്ചറിൽ അതിന്റെ വില കൂടാനും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ഹോൾഡിംഗ് കോസ്റ്റ്, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കുറെ ഷോർട്ട് കോസ്റ്റുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് അധികം യൂണിറ്റ് ഓർഡർ ചെയ്യുന്നത്. മനസ്സിലായി? അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഹോസ്പിറ്റൽ ഫോർമുലറിയില് നമ്മൾ ഡ്രഗ്സ് ഇന്റന്റ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്ര വരെ ഞാൻ എടുക്കുന്നുള്ളൂ. ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ എന്തൊക്കെയാണെന്നത് മനസ്സിലായോ നോക്കാം. അധികമായി കഴിഞ്ഞാൽ ശരിയാവില്ല. അത്ര മതി. ഇപ്പൊ പറഞ്ഞതിന്റെ ലാസ്റ്റ് പോയിന്റ് EOQ ആ. EOQ എന്താണെന്നാണോ പറയണ്ടേ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ലാഭകരമായ രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തു ഓർഡർ ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റിയിലാണ്, അതാണ് EOQ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇല്ലേ എന്തെങ്കിലും സാധനം കൊണ്ടത് ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു വെക്കുമല്ലോ.
പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇന്ന സാധനത്തിന് കുറച്ച് വില കൂടാൻ സാധ്യതയുണ്ട്, കാരണം ആ ഒരു സീസൺ ആണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സീസൺ വരുന്നത്. ഇപ്പൊ പച്ചക്കറിയൊക്കെ നമുക്ക് ആലോചിക്കാം. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ഓ ഇനിയിപ്പോ ഓണിയനൊക്കെ ഇച്ചിരി വില കൂടും, കാരണം ഓണം സീസൺ ഒക്കെയാ വരുന്നത്, അപ്പൊ കുറച്ച് പച്ചക്കറിക്കൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ചിലപ്പോ ഇത്തിരി സവാളയൊക്കെ കൂടുതൽ വാങ്ങിച്ചു വെക്കാം. അങ്ങനെയൊക്കെ അങ്ങനെ പല ബിസിനസ്സുകാരും ബിസിനസ് മൈൻഡ്, നമ്മളൊക്കെ അത്രയധികം സാധനങ്ങളൊന്നും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ കുറെയൊക്കെ മിക്കതും പച്ചക്കറികളൊക്കെ പെരിഷബിൾ ആണ്, പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളാണ്, പിന്നെ കൂടെ സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്. ചില ബിസിനസ് സംരംഭകര് ബിസിനസ്സുകാര് അവരുടെ ചില വസ്തുക്കളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സാധാരണ അവർ എത്രയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ സ്റ്റോർ ചെയ്യുന്നു. ബിക്കോസ് അതിനി രണ്ടാമത് വീണ്ടും അതൊരു ഓർഡർ പ്ലേസ് ചെയ്ത് വരുത്തുമ്പോ അതിന് വരാവുന്ന മറ്റ് പല ചെലവുകൾ, അത് ആ കോസ്റ്റുകളുടെ പേരാ കൊടുത്തിരിക്കുന്നത്. ഹോൾഡിംഗ് കോസ്റ്റ്, പിന്നെ ഏത് കോസ്റ്റാ, ഷോർട്ടേജ് കോസ്റ്റ്, പിന്നെ ഓർഡർ കോസ്റ്റ്. ഓർഡർ ചെയ്യുമ്പോഴും അതിന് വരുന്ന ചെലവുകള്, പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകള്, ഇത്തരം ചെലവുകൾ ഇൻക്രീസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ആ എന്താ പറയാ നിലവിലുള്ള യൂണിറ്റിന്റെ കൂടെ കുറച്ച് അഡീഷണൽ യൂണിറ്റ് ഓർഡർ ചെയ്യുക. അതിനെയാണ് EOQ എന്ന് പറയാം, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? മനസ്സിലായോ? താങ്ക് യു മാഡം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമുക്കിത് തീർക്കണം. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഇരിക്കാട്ടാ. ഇത് വായിച്ച് കുറച്ച് നന്നായിട്ട് വായിക്കാനുണ്ട്, കുറച്ച് അങ്ങനത്തെ വായിച്ചു തീർക്കേണ്ട ടോപ്പിക്കാണ്, വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാം. അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ? പിന്നെ എല്ലാവരും പോകാനുള്ളിടത്തൊക്കെ പൊക്കോളാട്ടാ. ഓക്കെ, ടാറ്റാ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു.